Hi, good evening all. Voice ഒക്കെ clear അല്ലേ? Yes. Okay, fine. എല്ലാവർക്കും സ്ക്രീൻ വിസിബിൾ ആണോ? Yes, sir. Okay, fine. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ എക്സ്റ്റൻഷൻ തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പെർസെന്റേജിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടി, ഫ്രാക്ഷൻസിന്റെ പ്രോപ്പർട്ടീസ്, എങ്ങനെയാണ് ഫ്രാക്ഷൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ പറയാറ്. പിന്നെ ഫ്രാക്ഷൻസിന്റെ അഡീഷൻസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തുടങ്ങുന്നത് ഡെസിമൽ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ്. അപ്പൊ എന്താണ് ഡെസിമൽ നമ്പർ, എങ്ങനെയാണ് ഒരു ഡെസിമൽ നമ്പർ നമ്മൾ ഫ്രാക്ഷനിലേക്ക് മാറ്റുക, ഒരു ഡെസിമൽ നമ്പേഴ്സിന്റെ ഓപ്പറേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ ഈസി ആയിട്ട് സിംപ്ലിഫൈ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവരാണെങ്കിൽ ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് കണ്ടിന്യൂഷൻ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ബേസിക് ആയിട്ട് അറിയേണ്ട മാത്തമാറ്റിക്സ് ഓപ്പറേഷൻസ് ആണ്, ബോർഡ് മാസ് റൂൾ ആണ്. അപ്പം ബോർഡ് മാസിൽ ബി എന്തിനെ സൂചിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ ചാറ്റ് ബോക്സിൽ ഇട്ടെ. എന്താണ് ബോർഡ് മാസിൽ ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം, എന്നാലാണ് ഈ മാത്തമാറ്റിക്കൽ റീസണിങ്ങിന്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലെന്ന് മനസ്സിലാവുക. ഓക്കെ, വെരി ഗുഡ്. അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് നേരെ കിടക്കാം. അപ്പം ബേസിക് ആയിട്ട് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് റെക്കോർഡഡ് കണ്ടന്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, അപ്പൊ അത് നോക്കുക. ഓക്കെ, ഫൈൻ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഒരു വലിയ ഒരു നമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളത്, ഓപ്ഷന് തന്നിട്ടുണ്ട്, 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് റീസെന്റ് ആയിട്ട് ചോദിച്ച ഒരു നെറ്റിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് വരുന്ന ഡെസിമൽ ടു ഫ്രാക്ഷൻ, അതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്ന കൺസെപ്റ്റ്. അപ്പൊ ഡെസിമലിനെ എങ്ങനെ ഫ്രാക്ഷനിലേക്ക് മാറ്റാം? നമ്മൾ പറഞ്ഞിരുന്നു 22/100 എന്തായിരുന്നു? ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ 2 സീറോ ആണെങ്കിൽ ഇവിടെയുള്ള നമ്പേഴ്സ് എടുക്കുന്നു, ആ 2 നമ്പറിന് ശേഷം ഒരു കുത്തു കൊടുക്കുന്നു, ദാറ്റ് ഈസ് 0.22. ഇനി 222/1000 എന്തായിരിക്കും? 3 പോയിന്റ് 2 നമ്പർ ഉള്ളു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 0 എക്സ്ട്രാ കൊടുത്തിട്ട് ഡെസിമൽ കൊടുക്കണം. ഇനി 22/10 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സീറോ മാത്രമേ ഉള്ളൂ, അപ്പൊ ഒരു നമ്പറിന് ശേഷം എന്ത് ചെയ്യാം? ഡെസിമൽ കൊടുക്കാം. ഇവിടെ 3 പൂജ്യം ഉണ്ട്, 2 നമ്പർ ഉള്ളെങ്കിൽ എന്ത് ചെയ്യാം? ഒരു 0 എക്സ്ട്രാ എഴുതാം. ഇനി ഇതേപോലെ 22/4 പൂജ്യം ഉണ്ട്, പക്ഷെ 2 നമ്പറേ ഉള്ളൂ. എന്താ ചെയ്യാ നമ്മള്? താഴെ 4 പൂജ്യന്റെ മുകളിൽ 2 നമ്പർ ഉള്ളൂ, അപ്പൊ എന്താ ചെയ്യണം? നമ്മൾ 2 പൂജ്യത്തിനെ കടം എടുക്കണം, എന്നിട്ട് ഡെസിമൽ കൊടുക്കുക. അപ്പൊ ഈ ഒരു ബേസിക്സ് നിങ്ങൾക്ക് അറിയാണെങ്കിൽ ഈ ഡെസിമലിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ വളരെ ഈസിയാണ്. ഈ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഡെസിമൽ എന്ന് പറയുമ്പോൾ താഴെ എത്ര പൂജ്യം ഉണ്ടോ അത്രയും പൂജ്യം നമ്മൾ എവിടെ വേണം? എത്രയും നമ്പേഴ്സിന് ശേഷമാണ്. ഓക്കെ, പറഞ്ഞതൊക്കെ ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ഡെസിമലിന്റെ കൺസെപ്റ്റ് ഓക്കെ ആണോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കുക, കാരണം നമ്മൾ നേരെ പ്രോബ്ലത്തിലേക്കാണ് കിടക്കുന്നത്. ഇനി നിങ്ങൾ ഈ പ്രോബ്ലം നോക്കുക. ഈ പ്രോബ്ലം നോക്കിയിട്ട് ഈ ഓരോ നമ്പേഴ്സിനെയും ഫ്രാക്ഷനിലേക്ക് മാറ്റുക. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു, കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നവർക്ക് നമ്മൾ എന്താക്കണം? കോമൺ ആയിട്ട് എടുക്കണം. അപ്പൊ നമുക്ക് എ ഇൻറ്റു സി പ്ലസ് എ ഇൻറ്റു ഡി ആണെങ്കിൽ ഞാൻ പറഞ്ഞത് എനെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് എ പ്ലസ് ഡി ആക്കാം. താഴെ അതേപോലെ എ ഒക്കെ ഉണ്ടെങ്കിൽ എയും എയും ഒക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ രീതിയിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് എല്ലാവരും. ഹിന്റ് തന്നിട്ടുണ്ട്, കൺവേർട്ട് ടു ഫ്രാക്ഷൻ. കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെ പുറത്തെടുക്കുക. റീസെന്റ് ആയിട്ട് ചോദിച്ച 2 അടുപ്പിച്ചടുപ്പിച്ചുള്ള എക്സാമിന് ഇതിന്റെ സെയിം പാറ്റേൺ വേറെ നമ്പേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കണം എങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേ. ചാറ്റ് ബോക്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ വന്ന പോലെ തന്നെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ നോക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 കാര്യമാണ് നമ്മൾ മാത്തമാറ്റിക്സ് റീസണിങ് നോക്കാനുള്ളത്. ഒന്ന്, സ്പീഡ്. വളരെ സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ഒരുപാട് ടൈം പോകും, നമുക്ക് വിചാരിച്ച എത്ര പോലെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന അവസ്ഥ വരാറുണ്ട്. സോ സ്പീഡ് അപ്പ് ചെയ്യാൻ നോക്കാം എല്ലാവരും. 22/100
0.22 എന്നാണ്. 0.022 നമുക്ക് എങ്ങനെ എഴുതാം? 22/1000. പെട്ടെന്ന് പറയട്ടെ. മാക്സിമം ഞാൻ ഇപ്പം 30 സെക്കൻഡ് തരാം. എക്സാമിന് നിങ്ങൾക്ക് 1 മിനിറ്റ് വരെ എടുക്കാം. കാരണം 1 മിനിറ്റിൽ 2 മാർക്ക് കിട്ടുന്നത് ഇറ്റ്സ് ബോണസ് ആണ് ആക്ച്വലി. ഇപ്പൊ ഞാൻ 30 സെക്കൻഡ് തരാനുള്ള നമ്മുടെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? എന്താ ചെയ്യാ? ഫസ്റ്റ് നമ്പറിനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ 22/100 ഇൻറ്റു 22/100 ഇൻറ്റു 22/100. അടുത്തെന്താണ്? പ്ലസ് 22/1000 ഇൻറ്റു 22/1000 ഇൻറ്റു 22/1000. ഡിനോമിനേറ്ററിൽ എന്തായിരിക്കും? 66/100 ഇൻറ്റു 66/100. ഇത് നിങ്ങൾ എക്സാമിന് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതുന്നത്. സോറി, ഇൻറ്റു. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു നമ്പേഴ്സിന് നമ്മൾ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്ന അർത്ഥം എന്താണ്? ആ നമ്പേഴ്സിന് നമ്മൾ ക്യൂബ് ചെയ്യണം. ഇത് ആക്ച്വലി എന്താണ്? 22 ഹോൾ ക്യൂബ് ഇൻറ്റു 1/100 ഹോൾ ക്യൂബ്. കാരണം 22 ഇൻറ്റു 22 22 ഹോൾ ക്യൂബ്. ഇതെന്ന് പറയുന്നത് 1/100 ഇൻറ്റു 1/100 1/100 പ്ലസ് ഇവിടെ എന്താണ്? 22 ക്യൂബ് ഇൻറ്റു 1/1000. ഇത് എന്തിനാ? ഇതിനെ കുറച്ചുകൂടി ഈസി ആക്കി അടുത്ത സ്റ്റെപ്പ് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അടുത്ത് എന്താണുള്ളത്? 66 ഹോൾ ക്യൂബ് ഇൻറ്റു 1/100 ഹോൾ ക്യൂബ് പ്ലസ് 66 ഹോൾ ക്യൂബ് ഇൻറ്റു 1/1000 ഹോൾ ക്യൂബ്. ആരാണ് കോമൺ ആയിട്ടുള്ളത്? 22 ക്യൂബ് 22 ക്യൂബ് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പറഞ്ഞ പോലെ എ ഉണ്ട്, എനെ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് 22 ഹോൾ ക്യൂബ് ഇൻറ്റു 1/100 ഹോൾ ക്യൂബ് പ്ലസ് പിന്നെ ബാക്കി ഇവിടെ വരുന്നത് 1/1000 ബൈ താഴെ ആരാ കോമൺ ആയിട്ടുള്ളത്? 66 ഹോൾ ക്യൂബ് 1/100 ഹോൾ ക്യൂബ് പ്ലസ് 1/1000 ഹോൾ ക്യൂബ്. ഞാൻ പറയുന്നത് മുകളിലും താഴെയും ഒരേ ടേം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് ഞാൻ ഒരു സി എന്ന് കൊടുത്തു, അപ്പൊ അതേ സി ആണ് ഇവിടെ ഉള്ളത്. സോ എ ഇൻറ്റു സിയും ബി ഇൻറ്റു സി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ക്യാൻസൽ ചെയ്യാം. ശ്രദ്ധിക്കണം, എ പ്ലസ് ബി ബൈ സി പ്ലസ് ബി ആണെങ്കിൽ ഇങ്ങനെ ബി ബിയും ക്യാൻസൽ ചെയ്യരുത്. എ ഇൻറ്റു ബി ബൈ സി ഇൻറ്റു ബി മൾട്ടിപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബിനെയും ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെന്താണ്? ഇത് എല്ലാം ഒരൊറ്റ ടേം ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിനെ ബി വിളിച്ചു, ഇതിനെ ഞാൻ ബി വിളിച്ചപ്പോൾ ഇതും ക്യാൻസൽ ആയി. പിന്നെ എന്താ ഉള്ളത്? 22 ഹോൾ ക്യൂബ് ഉണ്ട്, 66 ഹോൾ ക്യൂബ് ഉണ്ട്. 66 എന്ന് പറഞ്ഞാൽ എന്താണ്? 66 ഇൻ ടേംസ് ഓഫ് 22 നമ്മൾ എങ്ങനെ എഴുതാം? 66 എന്ന് പറയുന്നത് എന്താണ്? 3 ഇൻറ്റു 22 അല്ലേ? സോ 66 ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് 3 ഇൻറ്റു 22 ഹോൾ ക്യൂബ്. സോറി, ഹോൾ ക്യൂബ് അല്ലേ? ഞാൻ പറഞ്ഞായിരുന്നു എ ബി ഹോൾ റേസ് ടു എം എന്ന് പറയുന്നത് എന്താണ്? എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം. ഇത് നിങ്ങൾ എന്തായാലും പഠിക്കണം കേട്ടോ. അതേപോലെ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്താണ്? എ റേസ് ടു എം പ്ലസ് എൻ. എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ ആണെങ്കിൽ എ റേസ് ടു എം മൈനസ് എൻ. നമ്മള് ഒരേ നമ്പറിന്റെ പവർ വരുന്ന സമയത്ത് ഇവിടെ എ ആണ്, ഇവിടെ എ ആണ്. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ നമുക്ക് എങ്ങനെ എഴുതാം? എ റേസ് ടു എം പ്ലസ് എൻ. ഇത് നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ പവർ വരുന്ന സമയത്തുള്ള ഓപ്പറേഷൻ ആണ്. 2 ക്യൂബ് ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 2 ക്യൂബ് നമുക്കറിയാം 8 ആണ്. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. ദാറ്റ് ഈസ് 32 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ രീതിയിൽ ഇപ്പൊ നിങ്ങളിപ്പം 2 റേസ് ടു 3 2 റേസ് ടു 2 ദാറ്റ് ഈസ് 2 റേസ് ടു 3 പ്ലസ് 2 തുല്യാണ്. ദാറ്റ് ഈസ് 2 റേസ് ടു 5. 2 റേസ് ടു 5 എന്താ? 32 ആണ്. 2 റേസ് ടു 5 എന്ന് പറയുന്നത് 32 ആണ്. That is 2 into 2, that is 4. 4 into 2, that is 8. 8 into 2, that is 16. 16 into 2, that is 32.
അപ്പം 3+2 ആണ്, 3 × 2 അല്ല. ഇതൊന്ന് മനസ്സിലാക്കണം. ഇത് ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു മാത്സ് റിസൾട്ട് ആണ്. അപ്പൊ നമുക്ക് എന്താക്കാം, ഇതിനെ 3³ × 22 ഹോൾ ക്യൂബ് 22 ഹോൾ ക്യൂബ് 22 ഹോൾ ക്യൂബ് ബൈ 3³ വാല്യൂ എന്താ? എന്താണ് 3³ വാല്യൂ? പെട്ടെന്ന് പറ, ആരൊന്നും മിണ്ടാതെ നിന്ന്. എന്താണ് 3³ വാല്യൂ? 3 × 3 × 3 that is 27. So the answer is 1/27. അപ്പൊ കുറെ സ്റ്റെപ്പ് എഴുതിയ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യണ്ട. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാനുള്ള കാരണം നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഡെസിമലൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ എന്തിലേക്ക് മാറ്റോ? നേരെ അതിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റുക. ഫ്രാക്ഷൻ ഇൻ ടേംസ് ഓഫ് 100 and 1000. ഇപ്പൊ 022 ആണെങ്കിൽ 1/1000 കൊടുക്കുക. 022 ആണെങ്കിൽ 1/100 കൊടുക്കുക. അതനുസരിച്ചിട്ടാണ് നിങ്ങൾ ഈ 1000ഉം 100ഉം ഇത് കൊടുക്കുന്നത്. കോമൺ ആയിട്ട് വരുന്ന സമയത്തൊക്കെ അതൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ഐഡിയ നിങ്ങൾ മനസ്സിലുണ്ടാവുക. വലിയ നമ്പർ ആണ്, ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് വിശ്വസിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അതിനെ ഈ രീതിയിൽ കട്ട് ചെയ്താൽ മതി. പിന്നെ പവർ റൂൾ ഒക്കെ മനസ്സിലാക്കുക. AB ഹോൾ റേസ് ടു M എന്ന് പറയുന്നത് A⁻m × B⁻m. ഇനി A⁻m × A⁻n എന്ന് പറയുന്നത് A⁻m+n ആണ്. ഇനി A⁻m/A⁻n എന്ന് പറയുന്നത് A⁻m−n ആണ്. എല്ലാവരും ഓക്കെ അല്ലേ? ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടോ? ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യന് സിമിലർ പാറ്റേൺ ആണ്. നിങ്ങൾ ഓക്കെ ചോദിച്ചോളൂ. ഓക്കെ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും ചെയ്തേ. ക്യാൻസൽ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോ രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ഇപ്പം 22 × 3, താഴെ എന്ന് പറയുന്നത് 6 × 11. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 22 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 11 എഴുതിക്കൂടെ? അപ്പൊ ഇതൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മുകളിലും താഴെ ഉണ്ടെങ്കിൽ നമുക്ക് 11 കട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ക്യാൻസലേഷൻ എന്ന് പറയുന്നത്. ഇനി 6 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3 ആക്കി എഴുതാം. സോ ഇവിടെയും 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്, 2 ഉണ്ട്. സോ ദിസ് ഈസ് ആക്ച്വലി 1 ആണ്. ഇനി 2 + 3/3 വരുന്ന സമയത്ത് ഈ 3യും 3യും ക്യാൻസൽ ചെയ്യരുത്. കാരണം ഈ 3യും 3യും ക്യാൻസൽ ചെയ്ത ആൻസർ എന്താണ്? 2 ആണ് വരിക. പക്ഷെ നമുക്കറിയാം 2 + 3 എന്താണ്? 5. 5/3 എന്ന് പറയുന്നത് ഒരിക്കലും 2 അല്ല, 6/3 ആണ് 2. അപ്പൊ പ്ലസ് വരുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ക്യാൻസൽ ചെയ്യരുത്. ക്യാൻസൽ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ഇതിപ്പോ 3 × 2 + 3. ഓക്കെ, 3 × 2 + 3/3 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 3യും ഈ 3യും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ബട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് ഒരു ഇൻറ്റു ഒരു ടേം, ഇത് നമുക്ക് എന്ത് ചെയ്യാം? സി എന്ന് കൊടുത്തു കഴിഞ്ഞാല് ഈ 3യും ഈ 3യും ക്യാൻസൽ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ രീതിയിലാണ്, A × B എന്ന രീതിയിലാണെങ്കിൽ നമുക്ക് താഴത്തതും A × B ഒക്കെ രീതിയിലാണെങ്കിൽ നമുക്ക് ആ ബിയും ബിയും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കിയേ 3 × 2 + 3 എന്ന് പറയുന്നത് എന്താണ്? 15 ആണ്. 15/3 എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. ഈ 3യും 3യും ക്യാൻസൽ ചെയ്താലും 5 ആണ്. അതാണ് ക്യാൻസൽ ചെയ്യുന്ന ഒരു ഐഡിയ. ഇവിടെ ക്യാൻസൽ ചെയ്ത് എന്തൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ? 22 ഹോൾ ക്യൂബ് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അതിനെ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ബാക്കി വരുന്ന ആരാണ്? ഇവിടുത്തെ ബാക്കി വരുന്നത് 1/100 ഹോൾ ക്യൂബ്. ഇവിടെ ബാക്കി വരുന്നത് 1/1000 ഹോൾ ക്യൂബ്. അവരെ കോമൺ ആയിട്ട് എടുത്തു. ഇവിടെ അതേപോലെ 66 ഹോൾ ക്യൂബിനെ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഇയാള് രണ്ടാളും ബാക്കി. A × B, C × B, ബിയും ബിയും ക്യാൻസൽ ആയി. 22 ഹോൾ ക്യൂബ് 66 ഹോൾ ക്യൂബ്. അതിനെ നമ്മൾ 66 ഹോൾ ക്യൂബിനെ 3 × 22 ഹോൾ ക്യൂബ് ആക്കി. 3³ × 22 ഹോൾ ക്യൂബ്. 22ഉം 22ഉം പോയി. 1/3³ 1/27. അഞ്ചിത ഓക്കെ ആണോ? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്ത എല്ലാവരും. മുപ്പത് സെക്കൻഡ് തരാം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ എന്താ ചെയ്യേണ്ടെന്ന് ഒരു ട്രിക്ക് കിട്ടിയിട്ടുണ്ടാകും. ക്യാൻസൽ ചെയ്യുന്ന ആരൊക്കെയാണെന്ന് അറിയാം. അപ്പൊ അതൊക്കെ ഡയറക്റ്റ് എഴുതി കഴിഞ്ഞാൽ സ്റ്റെപ്പ് വളരെ ഈസി ആവും.
എന്തായി? ഇപ്പം ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഞാൻ ഡയറക്റ്റ് ആയിട്ട് സിംപ്ലിഫൈ ചെയ്യണം. നമുക്ക് ഓൾറെഡി ഐഡിയാസ് ഒക്കെ മനസ്സിലായ ആൾക്കാരാണ്. സോ ഞാൻ അധികം സ്റ്റെപ്പ് എഴുതുന്നില്ല, കാരണം ഇവിടെ 12 ഉണ്ട്, ഇവിടെയും 12 ഉണ്ട്. ഇവിടെ ബാക്കി വരുന്നത് 12 into 12 into 12, that is 12 whole cube by 100 whole cube plus 12 whole cube by 1000 whole cube by താഴെ എന്താണ് 48 whole cube by 100 whole cube plus 48 whole cube by 1000 whole cube. കോമൺ ആയിട്ട് പുറത്തിറക്കുകയാണെങ്കിൽ 12 ക്യൂബ് ഉണ്ട്, താഴെ 48 ഉണ്ട്. 48 എന്ന് പറയുന്നത് എന്താണ്? ഇൻ ടേംസ് ഓഫ് 12 എഴുതണം, എന്നാലാണ് നമുക്ക് 12 ക്യൂബ് ക്യാൻസൽ ചെയ്യാൻ പറ്റുക. ദറ്റ് ഈസ് 4 ക്യൂബ് ഇൻറ്റു 12 ക്യൂബ് ആണ്, ദറ്റ് ഈസ് 48 ക്യൂബ് ആണ്. ദറ്റ് ഈസ് 4 into 12 is 48. ദറ്റ് ഈസ് 48 ക്യൂബ് എന്ന് പറയുന്നത് 4 ക്യൂബ് ഇൻറ്റു 12 ക്യൂബ്. ആരൊക്കെ ക്യാൻസൽ ആവും? 1/100 ക്യൂബും 1/1000 ക്യൂബ് ഇവിടുന്ന് കോമൺ വരും. ഇവിടെ അതേപോലെ 1/100 ക്യൂബും 1/1000 ക്യൂബ് കോമൺ വരും. രണ്ടും ക്യാൻസൽ ആകും. ആൻഡ് 12 ക്യൂബും ക്യാൻസൽ ആയി. ഇറ്റ് ഈസ് 1/4 ഹോൾ ക്യൂബ്. എന്താണ് ആൻസർ? 4 into 4 is 16. 16 into 4 is 64. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് അടുപ്പിച്ചുള്ള നമ്മുടെ നെറ്റ് എക്സാമിൽ പേപ്പർ 1 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കൺസെപ്റ്റ് മനസ്സിലാക്കുക. എങ്ങനെയാണ് നമ്മൾ കോമൺ ആയിട്ട് പുറത്തിറക്കുന്നത്, എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുന്നത്, ഇത്രയേ ഉള്ളൂ. ഡെസിമൽ ടു ഫ്രാക്ഷൻ, ആ ഒരൊറ്റ കൺസെപ്റ്റ് നിങ്ങൾക്ക് അവിടെ മനസ്സിലായാൽ മതി. വേറെ ഒന്നും ഇതിൽ അറിയേണ്ട ആവശ്യമില്ല. എല്ലാവരും ഓക്കെ ആണോ? ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാവരും ഓക്കെ ആണോ? എക്സാമിന് വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ചെയ്യണം, കാരണം സിമ്പിൾ സാധനമാണ് ഡെസിമൽ ടു ഫ്രാക്ഷൻ എന്നൊരു ഐഡിയ. റെസിപ്രോക്കൽ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അറിയാത്ത ആളെ നമ്മൾ എക്സ് എന്ന് വിളിക്കും. എക്സിന്റെ റെസിപ്രോക്കൽ എന്താണ്? 1/x ആണ്. പിന്നെ മനസ്സിലാക്കേണ്ടത് മിക്സഡ് നമ്പറിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? മിക്സഡ് നമ്പർ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നീരജ ഇപ്പൊ ചോദിക്കാം. ഞാൻ കുറെ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. മുന്നത്തെ സ്ക്രീൻ ഒന്ന് കാണിച്ചു. ഇതാണോ? ഞാൻ അടുത്ത ദിവസം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയില്ല, ഇതാണ് അത് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇത് നോക്കിയേ. മിക്സഡ് നമ്പറിനെ പറ്റി ആർക്കെങ്കിലും അറിയാം? മിക്സഡ് നമ്പർ ഇതിനെ നമ്മൾ എങ്ങനെ ഫ്രാക്ഷനിലേക്ക് മാറ്റാം? മിക്സഡ് നമ്പറിനെ how we will convert a മിക്സഡ് നമ്പർ എന്ന് നടുക്ക് ഒരാളുണ്ടാകും, പിന്നെ രണ്ട് ഫ്രാക്ഷൻ ആയിട്ട് ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് ഉണ്ടാവുക. എങ്ങനെയാണ് മിക്സഡ് നമ്പറിനെ നമ്മൾ ഫ്രാക്ഷനിലേക്ക് മാറ്റുക? ആർക്കെങ്കിലും ഒരാൾ പറഞ്ഞ എങ്ങനെ മാറ്റുക? വെരി ഗുഡ്. അപ്പം ഇങ്ങനെയുള്ള നമ്പേഴ്സിന് നമ്മൾ എങ്ങനെയാണ് ഫ്രാക്ഷനിലേക്ക് മാറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ a into c plus d by c. അതാണ് ഹൗ ടു കൺവേർട്ട് മിക്സഡ് ടു ഫ്രാക്ഷൻ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കുക. നമുക്ക് വേണ്ടത്, പലർക്കും വരുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സിൽ ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ അതിലെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷനിലേക്ക് മാറ്റാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാകും. അപ്പൊ അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇഫ് എ ഫ്രാക്ഷൻ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ് സെൽഫ്, അപ്പൊ ഒരു ഫ്രാക്ഷൻ ഉണ്ട്, അതിനെ എന്ത് ചെയ്തു? അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എക്സ് ആണ് നമ്മുടെ ഫ്രാക്ഷൻ എങ്കിൽ എക്സ് ഇൻറ്റു എക്സ് ചെയ്തു. ദെൻ ഡിവൈഡഡ് ബൈ ദ റെസിപ്രോക്കൽ ഓഫ് ദ സെയിം ഫ്രാക്ഷൻ. എക്സ് ഉണ്ടെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എക്സിന്റെ റെസിപ്രോക്കൽ എന്താണ്? 1/x. സോ ഡിവൈഡ് ചെയ്യുന്നത് എന്താണ്? x² by 1/x. അപ്പൊ ഫ്രാക്ഷന്റെ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ട്. ഒരു നമ്പർ എ ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1/a ആണ്. പിന്നെ നമുക്കറിയാം a/1/a എങ്ങനെ ചെയ്യും നമുക്കറിയാം. അപ്പൊ ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ 1/a എന്ന് കൊടുക്കുക. ഡിവൈഡ് ചെയ്യാൻ സമയത്ത് ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആദ്യം ഒന്ന് ട്രൈ ചെയ്യാം, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഫ്രാക്ഷന്റെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും അതിന്റെ റെസിപ്രോക്കൽ എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിരിക്കണം.
നൗ ദ ന്യൂ പോയിന്റ് ഈസ് എങ്ങനെ നമുക്ക് ഒരു മിക്സഡ് നമ്പറിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ പറ്റും. അതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഒരു ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ മിക്സറിലേക്ക് മാറ്റാം അതും കൂടി ഞാൻ പറഞ്ഞുതരാം. എത്രയേ ഉള്ളൂ, ഒരു നമ്പർ ഉണ്ട് 8 ഡിവൈഡഡ് ബൈ 3 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും 2 6 2 ഡണ്ണായി. നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ വന്ന നമ്പറിനെ നമ്മൾ നടുക്ക് എഴുതും, റിമൈൻഡർ നമ്മൾ എന്ത് ചെയ്യും, റിമൈൻഡറിനെ നമ്മൾ മുകളിൽ എഴുതും. ഈ കിട്ടിയതാണ് റിമൈൻഡർ എന്ന് പറയാ, ആണ് കോയിഷ്യന്റ് എന്ന് പറയാ. അത് നമ്മൾ നടുക്ക് എഴുതും, റിമൈൻഡർ മുകളിൽ എഴുതും. ഇതാണ് ഡിവൈഡ് ചെയ്യുന്ന നമ്പർ. ഇത് നമ്മൾ 3 into 2 that is 6 6 plus 2 is 8 8 by 3 ആണ് ഇത്. കിട്ടുന്ന റിമൈൻഡറിനെ നമ്മൾ മുകളിൽ എഴുതും, ഡിവൈഡ് ചെയ്യുന്ന നമ്പറാണ് അതാണ് താഴെ എഴുതുന്നത്. ഈ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നടുക്ക് എഴുതുക. ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഹൗ ടു കൺവേർട്ട് ടു മിക്സഡും, അതേപോലെ ഒരു മിക്സഡ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അതിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ പറ്റും നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എല്ലാവരും ഒന്ന് ചെയ്ത സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക. പ്രഷർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്ന ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? ഓക്കെ, എന്ത് ചെയ്താൽ മതി, നമുക്ക് ആദ്യം തന്ന കണ്ടീഷൻ എഴുതാം. ഇഫ് എ ഫ്രാക്ഷൻ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ് സെൽഫ്. അപ്പൊ നമുക്ക് കണ്ടെത്തേണ്ട ഫ്രാക്ഷനെ ഞാൻ എന്ത് ചെയ്തു, ഫ്രാക്ഷനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. ഫ്രാക്ഷൻ കണ്ടെത്തേണ്ട ഫ്രാക്ഷനെ എക്സ് വിളിച്ചു. പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. എ ഫ്രാക്ഷൻ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ് സെൽഫ്. ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടും, എക്സ് സ്ക്വയർ കിട്ടും. ദെൻ ഡിവൈഡഡ് ബൈ ദ റെസിപ്രോക്കൽ ഓഫ് ദ സെയിം ഫ്രാക്ഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഈ നമ്പേഴ്സിന്റെ റെസിപ്രോക്കൽ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എന്താ നമുക്ക് കിട്ടുക, എക്സ് സ്ക്വയർ ബൈ 1 ബൈ എക്സ് എന്താണ്, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ബൈ 1 ഇൻറ്റു ഇതിന്റെ റെസിപ്രോക്കൽ എന്താണ്, 1 ബൈ എക്സിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ഇയാളെ മുകളിലും ഇയാളെ താഴേക്കും വരും. എക്സ് ബൈ 1 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എന്താണ്, എക്സ് ക്യൂബ് ബൈ 1 ദാറ്റ് ഈസ് എക്സ് ക്യൂബ് ആണ്. ഈ പറഞ്ഞ സാധനം എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ആണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി. ഒരു നമ്പർ ഉണ്ട്, അതറിയില്ല, എക്സ് എന്ന് വിളിച്ചു, അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ബൈ എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ ആയി. ഇനി അതിന്റെ റെസിപ്രോക്കൽ എടുക്കുന്നത് ദാറ്റ് ഈസ് 1 ബൈ എക്സ് എടുക്കുന്നു, 1 ബൈ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദാറ്റ് ഈസ് എക്സ് ക്യൂബ് ആയി മാറി. അതിന്റെ വാല്യൂ എന്താണ്, 49. ദാറ്റ് ഈസ് എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു 49 8 by 27. ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റുക, നേരത്തെ പറഞ്ഞ പോലെ 49 into 27. എന്താണ് 49 into 27 കിട്ടുക, that is 7 into 9 is 63, 6 7 into 4 is 28, 28 34, 2 into 9 is 18, 1, 2 into 4 is 8, 8 plus 9, 3 2 13 പ്ലസ് 8 കൂടി ചെയ്യണം, ദാറ്റ് ഈസ് 1 3 3 1. അപ്പൊ ഈ നമ്പർ എന്തായിട്ട് വന്നു, 1 3 3 1 by 27 ആണ് എക്സ് ക്യൂബ്. ഇവിടെ ജസ്റ്റ് ഇത്രേ ചെയ്തിട്ടുള്ളൂ. മിക്സറിനെ ഇത് ഇൻറ്റു ഇത് പ്ലസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ കൺവേർട്ട് ദിസ് മിക്സർ ഇൻറ്റു എക്സ്. എന്താണ്, ഏതോ നമ്പറിന്റെ ക്യൂബാണ് ഇത്, ഏതോ നമ്പറിന്റെ ക്യൂബാണ് ഇത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 27ന്റെ ക്യൂബ് ഏത് നമ്പറിന്റെ ക്യൂബാണ് 27? ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ, ഏത് നമ്പറിന്റെ ക്യൂബാണ് 27? എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു 27 എന്ന് പറയുന്നത്. ഓക്കെ, ഏത് നമ്പറിന്റെ ക്യൂബാണ് ഇത്? ഏത് നമ്പറിന്റെ ക്യൂബാണ് 1331? ഇത് ഏതിന്റെ ക്യൂബാ? 10ന്റെ ക്യൂബ് 1000. ഇത് എന്തിന്റെ ക്യൂബാ? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ക്യൂബ് ഓഫ് 11 നമ്മൾ പറഞ്ഞിട്ടില്ല തോന്നുന്നു. 11 ക്യൂബിന്റെ വാല്യൂ എന്താ? വെരി ഗുഡ്. 11 ക്യൂബ് എന്ന് പറയുന്നത് 1331 ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 11 സ്ക്വയർ എന്ന് പറയുന്നത് 121 ആണ്. അഗെയിൻ 11 ചെയ്യാം, 1 2 1 1 2 1 that is 1331. 11 ക്യൂബ് ആണ് ഇത്. സോ എക്സിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി. എക്സ് ഈസ് 11/3. ഓപ്ഷനിൽ 11/3 ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 11/3നെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. എന്താണ്, 3 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം പോകും. 9 റിമൈൻഡർ 2. സോ നടുക്ക് എഴുതേണ്ട നമ്പർ 3, മുകളിൽ എഴുതേണ്ട നമ്പർ 2, താഴെ എഴുതേണ്ട നമ്പർ 3, that is 3
2/3 ആണ് നമ്മുടെ ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇന്ന് കുറച്ച് സമയം വേണ്ടി വരും നിങ്ങൾക്ക് ചെയ്യാൻ. കാരണം കംപ്ലീറ്റ്ലി നമ്മൾ എടുത്തത് നെറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. കാരണം നിങ്ങൾക്ക് ആ ലെവലിലേക്ക് ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. എത്താൻ പറ്റാത്തവർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ഫുൾ സ്ട്രക്ചർ ക്ലാസ്സിൽ എടുക്കും. ഇവിടെ നിങ്ങൾക്ക് ഒന്ന് ബേസും അതേപോലെ നെറ്റിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിരുന്നത്. അധികം ടഫായിട്ട് പറയുന്നില്ല. കാരണം ടൈമിന്റെ ഇതും കൂടി നോക്കിയിട്ടാണ് കുറച്ച് സ്പീഡ് പറയുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് പറയാം. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ സ്റ്റോപ്പ് ചെയ്യാം. കാരണം പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എടുക്കാനാണ് ഞാൻ വരുന്നത്. സോ ഓക്കെ അല്ലേ? സ്പീഡ് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ ആണ്, വെരി ഗുഡ്. ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചേ. ഒരു ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് മുകളിലുള്ള ആൾക്കാര്, ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് താഴെയുള്ള ആൾക്കാര്. അറിയാത്ത ആളെ നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നു. പിന്നെ അവർ തരുന്ന കണ്ടീഷൻസ് ഒക്കെ മനസ്സിലാക്കുക. എക്സ് ലെസ് എന്ന് പറയുന്നത് മൈനസ്, എക്സ് മോർ എന്ന് പറഞ്ഞാൽ പ്ലസ്, ടൈംസ് എന്ന് പറയുമ്പോൾ ഇൻറ്റു. അത് 3 മാത്രം പഠിച്ചാൽ മതി. ഒരു നമ്പർ എക്സ് -4 എന്ന് പറയുന്നത് എക്സ് ലെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണോ ഈ സ്ക്രീനാണോ കാണിക്കേണ്ടത്? ഇതാണോ അതോ തൊട്ട് മുന്നത്തെ ആണോ? യെസ്. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ചെയ്ത് ഇത്രയേ ഉള്ളൂ. ഇതിനെ നമ്മൾ ആദ്യം ഫ്രാക്ഷനിലേക്ക് മാറ്റി. ഏതോ നമ്പറിന്റെ ക്യൂബാണ് ഇത്, ഏതോ നമ്പറിന്റെ ക്യൂബാണ് ഇത്. സോ എക്സ് എന്ന് പറയുന്നത് 11/3 ആണ്. 11/3 ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് 11 ക്യൂബ് ബൈ, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. a/b ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് a³ ആണ്. മൾട്ടിപ്ലിക്കേഷനിൽ കൊടുത്ത പോലെ തന്നെ ഡിവിഷനിലും കൊടുക്കും നമ്മൾ. സാബിർ ഓക്കെ ആണോ? ക്ലിയർ അല്ലേ സാബിറ? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്താൽ. സ്വന്തമായിട്ട് ട്രൈ ചെയ്യുക. കിട്ടുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. എല്ലാവരും നോക്കിയാ. എല്ലാവരും പെന്നും പെൻസിൽ എടുത്തിരിക്കണം, ബുക്ക് എടുത്തിരിക്കണം. കാരണം ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടച്ച് കിട്ടില്ല. അപ്പൊ പരമാവധി കൂടെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളായിട്ട് രീതിയിൽ ട്രൈ ചെയ്യുക. സ്റ്റാർട്ടിങ് പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ മാത്സ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു തുടക്കം, അതാണ് എല്ലാവരും സ്ട്രഗിൾ ചെയ്യുക. പക്ഷെ നിങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ ആൻസറിലേക്ക് എത്തും. ഇപ്പൊ ഇതിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, ഗിവൺ, അതൊന്ന് ഒബ്സർവ് ചെയ്യാം. ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ന്യൂമറേറ്റർ എന്താണ്, ഡിനോമിനേറ്റർ എന്താണ്. നമുക്ക് അറിയുന്ന കൺസെപ്റ്റ് വെച്ച് ചെയ്യാൻ നോക്കാം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്തെങ്കിലും റിലേഷൻ തന്നിട്ടുണ്ടാകും. അപ്പൊ എന്താ, ന്യൂമറേറ്റർ ഓഫ് എ ഫ്രാക്ഷൻ ഈസ് 4 ലെസ് ദാൻ ഇറ്റ്സ് ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിന്റെ ടേംസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രാക്ഷൻ എന്ന് പറയുന്നത് x/y ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡിനോമിനേറ്റർ എക്സ് ആണെങ്കിൽ ന്യൂമറേറ്റർ എന്തായിരിക്കും, എക്സിൽ നിന്ന് 4 കുറവായിരിക്കും. ഇതാണ് നമ്മുടെ കണ്ടെത്തേണ്ട ഫ്രാക്ഷൻ. ഇപ്പൊ ഡിനോമിനേറ്റർ എക്സ് ആണെങ്കിൽ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് x-4 ആയി. കാരണം 4 ലെസ് ദാൻ ആണ്. ഇത് 10 ആണെങ്കിൽ ഇത് 6 ആയിരിക്കും. ഇഫ് ദ ന്യൂമറേറ്റർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 2, പുതിയ ന്യൂമറേറ്റർ എന്താണ്, ന്യൂ x-4 നിന്ന് ഡിക്രീസ്ഡ് ബൈ 2, അപ്പൊ പിന്നെയും 2 കുറഞ്ഞു. ആൻഡ് ഡിനോമിനേറ്റർ എന്താ സംഭവിച്ചത്, ആൻഡ് ഡിനോമിനേറ്റർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 1. അപ്പൊ ഡിനോമിനേറ്റർ എന്ത് ചെയ്തു, എക്സ് ആണെങ്കിൽ x+ ഉണ്ടായി. അപ്പൊ ആദ്യമുള്ള ന്യൂമറേറ്റർ ഇതാണ്, -2 വന്നു കാരണം അഗെയിൻ ഡിക്രീസ് ചെയ്തു. ഇതെന്ന് പറയുന്നത് അഗെയിൻ പ്ലസ് ആയി കാരണം ഇൻക്രീസ്ഡ് ആയത്. അപ്പൊ ഇതാണ് പുതിയ ആള്. പിന്നെന്താ പറഞ്ഞത്, then the denominator becomes 8 times the numerator. ഇങ്ങനെ വരുന്ന ഒരു ഫ്രാക്ഷന്റെ കേസിൽ ഈ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 8 ടൈംസ് ഓഫ് ന്യൂമറേറ്റർ ആണ്. then the denominator, അതിനർത്ഥം എന്താണ്, ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് x+1 എന്ന് പറയുന്നത് 8 ടൈംസ്. ഇതിനെ നമുക്ക് എന്തും കൂടെ സിംപ്ലിഫൈ ചെയ്തൂടെ, x-4 - 2, ഇതിന്റെ വാല്യൂ എന്താ, -4 - 2ന്റെ വാല്യൂ എന്താ, അതെല്ലാരും പെട്ടെന്ന് പറഞ്ഞു, എല്ലാവർക്കും അറിയുന്നതാണ്, -4. വെരി ഗുഡ്,
വെരി ഗുഡ്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? മൈനസ്, ദറ്റ് ഈസ് എക്സ് മൈനസ് 6. അപ്പം രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ടും കൂടി ആഡ് ചെയ്യുക, മൈനസ് സൈൻ കൊടുക്കുക. ഒരാൾ പോസിറ്റീവ് ഒരാൾ നെഗറ്റീവ് ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക, ഹയർ ഇതിന്റെ വാല്യൂ കൊടുക്കുക. ഇനി എല്ലാവർക്കും ഈസിയാണ്. എക്സ് പ്ലസ് 1 8 നമുക്ക് എക്സിനൊക്കെ ഒരു ഭാഗത്ത് ദാറ്റ് ഈസ് 8 into x minus 6 നമുക്ക് എങ്ങനെ എഴുതാം? 8 into x minus 8 into 6 that is 48. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. a into some b plus c എന്ന് പറയുന്നത് a into b plus a into c. ഇവിടെ മൈനസ് ആണെങ്കിൽ a into b minus a into c. ഇനി എക്സിനൊക്കെ ഒരു ഭാഗത്തേക്ക് ആക്കുക. സോൾവ് ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിനൊക്കെ ഒരു ഭാഗത്തേക്ക് വെക്കുക, നമ്പേഴ്സിനൊക്കെ മറ്റേ ഭാഗത്ത് വെക്കുക. ഞാൻ പറഞ്ഞിരുന്നു നമ്പേഴ്സ് മൈനസ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ആകും, ആൻഡ് ഈ പ്ലസ് എക്സ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മൈനസ് എക്സ് ആകും. 49 എന്ന് പറയുന്നത് 8x നിന്ന് എക്സ് പോയി കഴിഞ്ഞാൽ എത്രയാണ്? 7x. 8 ആപ്പിളിൽ നിന്ന് ഒരു ആപ്പിൾ പോയി കഴിഞ്ഞാൽ 7 ആപ്പിള്. 8x നിന്ന് ഒരു എക്സ് പോയി കഴിഞ്ഞാൽ 7x. എക്സ് കണ്ടത് നമ്മൾ എന്ത് ചെയ്താൽ മതി? 49/7 ആണ് എക്സ്. ദാറ്റ് ഈസ് 49/7 എന്താണ്? ദാറ്റ് ഈസ് 7 ഈസ് ഈക്വൽ ടു എക്സ്. നമ്മുടെ ഫ്രാക്ഷൻ എന്താണ്? എക്സ് ആണ് നമ്മുടെ 7. എക്സ് മൈനസ് 4 എന്താണ്? ദാറ്റ് ഈസ് 3. 3/7 ആണ് നമ്മുടെ ആൻസർ. So then find the fraction എന്ന് പറയുന്നത് 3/7 ആണ്. ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. തന്നത് പോലെ തന്നെ എഴുതുക. ഇവിടെ തന്നെ നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. അവർ വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് വന്നിട്ടുണ്ടാകും. ആ കണ്ടീഷൻസ് വരുമ്പോൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ലെസ് എന്ന് പറയുമ്പോൾ കുറക്കണം, ഇൻക്രീസ് എന്ന് പറയുമ്പോൾ കൂട്ടണം, ടൈംസ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം. 8 into x minus 6 എന്ന് പറയുന്നത് 8 into x minus 8 into 6 ആണ്. ഇതെങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിനൊക്കെ ഒരു ഭാഗത്തേക്ക് വെക്കുക. ദാറ്റ് ഈസ് 8x, ഈ പ്ലസ് എക്സ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് എക്സ് ആകും. 8x മൈനസ് എക്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. 8 ആപ്പിള് കുറക്കണം ഒരു ആപ്പിള് പറഞ്ഞ പോലെ തന്നെയാണ് ഇത് 7 ആപ്പിൾ ആകും. ഓക്കെ, അല്ലെങ്കിൽ എക്സിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുക. 8 minus 1 എന്നുള്ളത് 7, ദാറ്റ് ഈസ് 7x. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഈ മൈനസ് 48 ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് 48 ആകും. സോ 49 ഈസ് ഈക്വൽ ടു 7x. എക്സ് എന്ന് പറയുമ്പോൾ 7 into x ആണ്. ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പൈ ആകും, ഡിവൈഡ് ആകും. 49/7 എന്ന് പറയുന്നത് 7 ആണ്. 7 into 7 ആണ് 49. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഫസ്റ്റ് ഫ്രാക്ഷൻ? ഇതാണ് നമുക്ക് ഫസ്റ്റ് ഫ്രാക്ഷൻ. ഇത് അവർ ഒരു കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് പറഞ്ഞതാണ്. ചോദിച്ചത് ഈ ഫ്രാക്ഷനെ പറ്റിയാണ്. ഈ ഫ്രാക്ഷനിൽ എന്തൊക്കെ മാറ്റം ചെയ്തിട്ടാണ് ഇത് കിട്ടുന്നത്? അതിൽ നിന്നാണ് പ്രോപ്പർട്ടി വരുന്നത്. പക്ഷെ നമുക്ക് കണ്ടെത്തേണ്ട ഫസ്റ്റ് ലാസ്റ്റ് ആൻസർ എന്തായിരിക്കണം? ഇതായിരിക്കണം. എക്സ് 7, എക്സ് മൈനസ് 4 എന്ന് പറയുന്നത് 3 ആണ്. അപ്പം ഈസി ആണെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായോ എല്ലാവർക്കും? ഇതൊക്കെ 2024-ലും 2025-ലും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. അറ്റ് എ ടൈമില് നമുക്ക് സുഖസുന്ദരായിട്ട് ഒരൊറ്റ ടോപ്പിക് എന്നാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കിലേക്കാണ് ഇനി പോകുന്നത്. എന്താണ് അടുത്ത ടോപ്പിക്ക്? ആവറേജ്. ഈ ആവറേജ് നിങ്ങൾ ഈ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ പഠിക്കുന്ന സമയത്തും ഇയാളെ നമുക്ക് ആവശ്യമുണ്ട്. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ആൾക്കാർ എന്ന് പറയുന്നത് ആവറേജ്, റേഷ്യോ, പിന്നെ നമുക്ക് വേണ്ട ഇമ്പോർട്ടന്റ് ആൾക്കാർ പെർസെന്റേജ് ഇൻക്രീസ്, പെർസെന്റേജ് ഡിക്രീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ പെർസെന്റേജിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പെർസെന്റേജിനെ പറ്റി ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടില്ല. അതൊക്കെ നമ്മൾ ഒരു ഫുള്ളി ക്ലാസ്സിൽ അതൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ എല്ലാ ടോപ്പിക്കിലും നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വർക്ക്ഷോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ മാക്സിമം എന്ത് ചെയ്യാം, ഈ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യുന്നവരൊക്കെ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ മനസ്സിലാവും എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻസിന് അപ്രോച്ച് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ കാൽക്കുലേഷൻസ് ഒക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ആവറേജിലേക്ക് പോവാം. എന്താണ് ആവറേജ് അല്ലെങ്കിൽ മീൻ? ഇത് രണ്ടും രീതിയിൽ പറയാറുണ്ട്. അപ്പൊ കുറച്ച് നമ്പേഴ്സ് വന്നിട്ടുണ്ടാകും. ആ നമ്പേഴ്സിന്റെ ഒക്കെ ആവറേജ് അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് ആ നമ്പേഴ്സിന്റെ ഒക്കെ സം ചെയ്യാം. അതാണ് ടോട്ടൽ സം ഓഫ് ആൻ ഒബ്സർവേഷൻസ് ബൈ എത്ര ആൾക്കാരുണ്ട്. അപ്പൊ നമ്പർ ഓഫ് ഒബ്സർവേഷനും സം ഓഫ് ഒബ്സർവേഷനിലും റിലേഷൻ ആണ് ആവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കുറച്ച് നമ്പേഴ്സ് ഉണ്ട് നമുക്ക്. 10, 20, 30. ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദിസ് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സം ഓഫ് ഒബ്സർവേഷൻ. അപ്പൊ ഇവരെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 10 + 20 + 30. ഇതാണ് സം ഓഫ് ഒബ്സർവേഷൻ.
നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാരുണ്ട്? 1, 2, 3. അപ്പൊ ഇതാണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ. എത്ര ആൾക്കാരുണ്ടോ അതാണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ. സം ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അവരുടെ സമ്മ്. ഇങ്ങനെ രീതിയിൽ റെപ്രസെന്റ് ഇതിന്റെ വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആവറേജ് ഓർ മീൻ. ഈ രണ്ട് ടേംസ് ഉപയോഗിക്കാറുണ്ട്. അപ്പം ആവറേജ് എന്ന് പറയുന്നത് ഇവിടെ 60/3 ആണ്. ദാറ്റ് ഈസ് 20. അപ്പൊ ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല വരിക. ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്ക് 2-3 ടൈപ്പ് ഓഫ് സാധനം നമുക്കിപ്പോ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതൊന്നും എല്ലാവരും ഒന്ന് വായിച്ചേ. മീൻ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ആവറേജും പറയാറുണ്ട്. രണ്ടും ഒരൊറ്റ ഒരാളാണ്. ABCDന്റെ മീൻ തന്നിട്ടുണ്ട്, C70 എന്ന് തന്നിട്ടുണ്ട്. ദെൻ ദ മീൻ ഓഫ് ദ റിമൈനിങ് നമ്പേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേ കൺസെപ്റ്റ് വെച്ചിട്ട്. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സം ഓഫ് ഒബ്സർവേഷൻ കണ്ടെത്തേണ്ട ഇക്വേഷൻ ഈസിയാണ്. ആവറേജ് തന്നിട്ടുണ്ട്. ആവറേജ് എന്ന് പറയുന്നത് സം ബൈ നമ്പർ. ഇവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എപ്പോഴും ചിലപ്പോൾ മിക്ക സമയത്ത് തന്നിട്ടുണ്ടാവും. 4 നമ്പർ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 4 ആണ്. ആവറേജ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഒബ്സർവേഷൻ ഈസിയായിട്ട് കണ്ടെത്താൻ പറ്റും. ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് സം ഓഫ് ഒബ്സർവേഷൻ. അതിലൊരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ സം ഓഫ് റിമൈനിങ് നമ്പേഴ്സ് നമുക്ക് എങ്ങനെ കണ്ടെത്താം? ടോട്ടൽ സം എന്ന് പറയുന്നത് അയാളും കൂടി ഉൾപ്പെട്ടതാണ്. അയാളെ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 3 ആളെ സം കിട്ടും. ഇനി അവരെ ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ എത്രയായിട്ട് മാറും? 3 ആയിട്ട് മാറും. 3 ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാവരും സ്വന്തമായിട്ട് ചെയ്തേ. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും പെട്ടെന്ന് ചെയ്തേ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണിത്. എന്താ തന്നിട്ടുള്ളത്? മീൻ ഓഫ് 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. സോ ആവറേജ് ഈസ് മീൻ എന്ന് പറയുന്നത് ആവറേജ് ആണ്. സോ 100 എന്ന് പറയുന്നത് എന്താണ്? A+B+C+D ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്താണ്? 4 ആണ്. ദാറ്റ് ഈസ് ഇതിന്റെ സം എത്രയായിരിക്കും? 400 ആണ് ഇതിന്റെ സം. ഇത് സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പം A+B+D എന്തായിരിക്കും? 400 മൈനസ് 70 ആണ്. A+B+D. ഇതിന്റെ വാല്യൂ എത്രയാണ്? 330 ഈസ് A+B+D. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദെൻ ദ മീൻ ഓഫ് ദ റിമൈനിങ് നമ്പേഴ്സ്. സോ മീൻ ഓഫ് ദ റിമൈനിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത് സം ഓഫ് ഒബ്സർവേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അപ്പൊ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്തായിട്ട് മാറി? 3 ആയിട്ട് മാറി. സം ഓഫ് ഒബ്സർവേഷൻ 330 എന്ന് കിട്ടി. അപ്പൊ ഈ ഒരു സാധനം നിന്ന് ഇങ്ങനെ ഒരു അപ്രോച്ചിലേക്ക് എത്താനുള്ള ഒരു ഐഡിയ മാത്രം മതി. So the answer is 110. 3 1 by 3 1 by 0. So the answer is 110. തുഷാര പെട്ടെന്ന് ഇതിന്റെ വെരി ഗുഡ്. ഇതേപോലെ നിങ്ങൾക്ക് സ്പീഡിൽ ചെയ്യാവുന്നേ ഉള്ളൂ. കുറച്ച് ട്രിക്കി മനസ്സിലാക്കിയാൽ മതി. ഇവിടെ പോയിട്ട് 3 ക്യാൻസൽ ചെയ്യരുത് കേട്ടോ. 3 × 13 ആണെങ്കിൽ 3 ക്യാൻസൽ ചെയ്യും. നമ്പേഴ്സ് അങ്ങനെ ക്യാൻസൽ ചെയ്യരുത്. മൾട്ടിപ്ലൈ ഓപ്പറേഷൻസ് ഉണ്ടാവും മാത്രമാണ് ക്യാൻസൽ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, എല്ലാവരും പെട്ടെന്ന് ചെയ്യണം. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ കൺസെപ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം. ഓക്കെ ആണെങ്കിൽ ഓക്കെ, തംസപ്പ് ഇട്ടാൽ മതി അറ്റ്ലീസ്റ്റ്. ലെവല് കൂട്ടുവാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കി എല്ലാവരും. സ്പീഡ് ആയിരിക്കും, കാരണം ഇന്ന് ലാസ്റ്റ് മാത്തമാറ്റിക്കൽ റീസണിങ്ങിന്റെ സെക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് സ്പീഡിൽ ചെയ്യുന്നത്. നമുക്ക് ഇനി റേഷ്യോയിലേക്ക് പോകാനുണ്ട്. പിന്നെ നമ്മുടെ സ്പീഡിനെ പറ്റി കുറച്ച് ഡിസ്കഷൻ ചെയ്യാണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചേ. ഇപ്പൊ ചെയ്ത പോലെ തന്നെ ഒരു സിമിലർ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഒന്ന് പെട്ടെന്ന് ചിന്തിച്ച് ചെയ്തേ. ചിന്തിച്ച് ചെയ്യണം. എവിടെയെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടോ നോക്കണം. ചെറിയൊരു മിസ്റ്റേക്ക് മതി, ആൻസർ മൊത്തം തെറ്റും. എല്ലാ രീതിയിലുള്ള ഓപ്ഷൻസും അവിടെ ഉണ്ടാകും.
ചെറിയ മിസ്റ്റേക്ക് വരരുത്, ഒന്നുകൂടെ നോക്കി നോക്ക്. Anil played 8 cricket matches. The mean of the runs was found to be 80. അപ്പൊ എന്താണ്? അനില് 8 കളി കളിച്ചു, അയാൾ ആവറേജ് 80 ആണ്. After playing 4 more matches, very good, very good. The mean of the runs of all the matches was found to be 70. The total runs made in the last 4 matches. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 8 കളി കളിച്ചിട്ടുണ്ട് അയാള്. ഓക്കെ, പിന്നെ ഒരു 4 കളി കൂടി അധികം കളിച്ചു. ഈ 8 കളിയിൽ എത്ര റൺസ് എടുത്ത് നമ്മൾ ആദ്യം കൂട്ടാം. നമുക്ക് കണ്ടെത്തേണ്ടത് ബാക്കി 4 കളിയിൽ എത്ര റൺസ് എടുത്ത് നമുക്ക് അറിയേണ്ടത്. ഇവിടുന്ന് തന്നെ തന്നിട്ടുണ്ട് ആദ്യത്തെ 8 കളിയിൽ എത്ര റൺസ് എടുത്ത് കണ്ടത്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ആവറേജ് ഇൻറ്റു 8 എടുത്തു കഴിഞ്ഞാൽ സം ഓഫ് 8 മാച്ച് റൺസ് കിട്ടും. 8 കളിയിലെ സം ഓഫ് ഒബ്സർവേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് ആവറേജ്. സം ഓഫ് 8 മാച്ചസ് എന്ന് പറയുന്നത് ആവറേജ് ഇൻറ്റു 8 ആണ്. ആവറേജ് 8 ആയതുകൊണ്ട് this is sum of 8 matches. That is 8 into 8 is 64, 0. Is sum of 8 matches കിട്ടി. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതെല്ലാവരും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ആഫ്റ്റർ പ്ലേയിങ് 4 more matches, അപ്പം അടുത്ത 4 കളിയിൽ എത്ര റൺസ് എടുത്ത് നമുക്കറിയില്ല. നമ്മൾ എന്ത് ചെയ്യും? മാക്സ് ആരാണ്? സോ നമ്മൾ അതിനെ എക്സ് എന്ന് വിളിക്കും. നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്തായിട്ട് മാറി? ആദ്യത്തെ 8 കളിയും പിന്നത്തെ 4 കളിയും കൂടി കൂട്ടി കഴിഞ്ഞാൽ സം ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് 640 പ്ലസ് എക്സ് ആണ്. ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്തായി മാറി? എന്തായിരുന്നു? എന്തായിരുന്നു? ഹലോ, ഡൗട്ട് എന്തെങ്കിലും ആയിരുന്നോ? വോയിസ് ഓൺ ആക്കിയതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ 640 പ്ലസ് എക്സ് എന്ന് പറയുന്നത് ബൈ 12 ആണ്, 70. നമുക്ക് എന്ത് ചെയ്യാം? 640 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 17 ഇൻറ്റു 12 ആണ്. എക്സ് എന്ന് പറയുന്നത് 17 ഇൻറ്റു 12 എത്രയാ? 12 ഇൻറ്റു 7 ചെയ്യാം. ദറ്റ് ഈസ് 4 1, that is 7 8, that is 840. ഓക്കെ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഇനി എന്ത് ചെയ്യാം? 640 പ്ലസ് എക്സ് ആണ്. അപ്പം ഈ പ്ലസ് ഇപ്പുറത്തേക്ക് വരുമ്പോ മൈനസ് 640 ആകും എക്സ്. സോ ദ ആൻസർ ഈസ് 840 മൈനസ് 640 ഈസ് 200. ശ്രദ്ധിക്കണം, ചെറിയൊരു മിസ്റ്റേക്ക് മതി, അവരുടെ ആൻസർ മൊത്തം തെറ്റിപ്പോകും. തുഷാരൊക്കെ എവിടെ തെറ്റിപ്പോയത് ആദ്യം? സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണോ, അല്ലെങ്കിൽ എവിടെയാണ് മിസ്റ്റേക്ക് വന്നത് ആദ്യം? ലാസ്റ്റ് 4 മാച്ചസ് എന്ന് പറഞ്ഞപ്പോ അത് മാത്രം എന്നോട് ആഡ് ചെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ശ്രദ്ധിക്കണം, നമ്മള് ആവറേജ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ആഫ്റ്റർ പ്ലേയിങ് 4 more matches, the mean of the runs of all the matches was found to be 70. അപ്പൊ ആദ്യം 8 കളി കളിച്ചു, പിന്നെ 4 കളി കളിച്ചപ്പം ടോട്ടൽ എത്ര കളി കളിച്ചു? 12 കളി കളിച്ചു. ഓക്കെ, അപ്പം ഓൾ ദ മാച്ചസ് എന്ന് പറയുന്നത് മീൻ ഓഫ് ദ റൺസ് ഓഫ് ഓൾ ദ മാച്ചസ് ആണ് 70. ദറ്റ് ഈസ് 12 കളിയുടെ റൺസിന്റെ ആവറേജ് ആണ് 70. സോ സം ഓഫ് ഒബ്സർവേഷൻ എന്താകും? ആദ്യത്തെ 8 കളിന്റെ സമ്മ് പ്ലസ് അവസാന 4 കളിന്റെ സമ്മ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്താണ്? 12. അതാണ് ഈ 70. അതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ വഴിതെറ്റിക്കേണ്ട പല ഓപ്ഷൻസ് ഇവിടെ ഉണ്ടാകും. ആദ്യത്തെ 8 കളിന്റെ സമ്മ് നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഇവർ ആദ്യത്തെ 8 കളിന്റെ ആവറേജ് തന്നിട്ടുണ്ട്. സോ ദറ്റ് ഈസ് ആവറേജ് ഇൻറ്റു 8 ആണ് സം ഓഫ് 8 മാച്ചസ് റൺസ്. ഞാൻ പറയുന്നത് ആവറേജ് എന്ന് പറയുന്നത് സം ഓഫ് ഒബ്സർവേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആദ്യത്തെ 8 കളിന്റെ റൺസ് കിട്ടും. ആദ്യത്തെ 8 കളിന്റെ റൺസ് പ്ലസ് അവസാനത്തെ 4 കളിന്റെ റൺസ് ആണ് ടോട്ടൽ സമ്മ് ബൈ 12 എന്ന് പറയുന്നത് ടോട്ടൽ എത്ര കളി കളിച്ചിട്ടുണ്ട്? 12 കളി കളിച്ചിട്ടുണ്ട്. അതാണ് 70. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സിന്റെ വാല്യൂ കണ്ടെത്തണം. ദാറ്റ് ഈസ് ഈ ബൈ 12 ഇങ്ങോട്ടേക്ക് വരുമ്പം ഇൻറ്റു 12 ആകും. ഇനി പ്ലസ് 640 എന്ന് പറയുന്നത് മൈനസ് 640 ആകും. ലക്ഷ്മി അജിത്ത് ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, കാരണം ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് വരാവുന്നതാണ്. ചെറിയ ചെറിയ കൺസെപ്റ്റ് ക്ലാരിറ്റി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെ ക്ലിയർ ആക്കിയിട്ട് മാത്രമേ പോകേണ്ട ആവശ്യമുള്ളൂ. സ്പീഡിൽ പോയിട്ട് കിട്ടുന്നില്ല. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയില്ല എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ക്ലിയർ ആയി എന്നാണ് പറഞ്ഞത്? രശ്മി അജിത്ത് ഓക്കെ ആണോ?
ഓക്കെ അല്ലേ രശ്മി അജിത്ത്? ക്ലിയർ ആയില്ല? എവിടെ ഡൗട്ട് വന്നത്? എവിടെയാണ്? ഡൗട്ട് എവിടെയുള്ളത്? വോയിസ് ഓണാക്കി സംസാരിക്കും. ആദ്യം മുതൽ ഒന്നുകൂടെ പറയോ സർ? ഇത്രയേ ഉള്ളൂ. അനിൽ പ്ലേഡ് 8 ക്രിക്കറ്റ് മാച്ചസ്. സോ 8 കളി കളിച്ചു അനിൽ. ദ മീൻ ഓഫ് ദ റൺസ് വാസ് ഫൗണ്ട് ടു ബി 80. അപ്പൊ 8 കളീന്റെ ആവറേജ് എന്ന് പറയുന്നത് 80 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സം ഓഫ് 8 മാച്ചസ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞായിരുന്നു ആവറേജ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഇത് തന്നിട്ടുണ്ടെങ്കിൽ സം ഓഫ് അത് കണ്ടത് ഇത്രയേ ഉള്ളൂ, ആവറേജ് ഇൻറ്റു അത്. അപ്പൊ സം ഓഫ് 8 മാച്ചസ് നമുക്ക് ഇത്ര കിട്ടി. ഇത്ര വരെ ഓക്കെ അല്ലേ? പിന്നെ എന്താ പറഞ്ഞത്? ആഫ്റ്റർ പ്ലേയിങ് 4 more matches, 4 കളിയും കൂടി കൂടുതൽ കളിച്ചു. അപ്പൊ ടോട്ടൽ എത്ര കളി കളിച്ചു? 8 കളി പ്ലസ് 4, അപ്പൊ 12 കളി കളിച്ചു. ദ മീൻ ഓഫ് ദ റൺസ് ഓഫ് ഓൾ ദ മാച്ചസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ 8 കളിയും പിന്നെ 4 കളിയും 12 കളി കളിച്ചതിന്റെ ആവറേജ് ആണ് തന്നിട്ടുള്ളത്. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ആവറേജ് ഓഫ് ഓൾ ദ മാച്ചസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 8ഉം പിന്നെ 4 കൂടി കുട്ടിയുള്ള ആവറേജ് ആണ് 70. സോ നമുക്ക് എന്ത് കിട്ടി? 640 പ്ലസ് എക്സ്, അവസാനത്തെ 4 കളി റൺസ് എക്സ് എന്ന് വിളിച്ചു, ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 12, ഇതാണ് 70. 70 എന്ന് പറയുന്നത് അവസാനത്തെ 4 കളീന്റെ അല്ലാന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതാണെന്ന് ചോദിച്ചാൽ ഉത്തരം തെറ്റിപ്പോ. ഓൾ ദ മാച്ച് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 8 കളിയും പിന്നത്തെ 4 കളീന്റെയും ആവറേജ് ആണ് ഇത്. സോ 8 പ്ലസ് 4. ഈവൻ നമ്പർ എന്താണ്? അതേപോലെ മൾട്ടിപ്പിൾ ഓഫ് സം നമ്പേഴ്സ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്തത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ആവറേജ് ഓഫ് 10 number is 7. If each number is multiple of 11, then the average of new set of number is. കുറച്ച് നമ്പർ ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ആ നമ്പർ ഞാൻ ABCD അല്ലെങ്കിൽ A1 A2 അങ്ങനെ എടുക്കാം. അപ്പൊ കുറച്ച് ഈസിയോ. അല്ലെങ്കിൽ ആദ്യത്തെ 10 നമ്പർ ഏതാന്ന് പറഞ്ഞിട്ടില്ല. A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര A10 ബൈ 10 നമ്പർ ഈസ് 7. ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇഫ് ഈച്ച് നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 11, എന്ത് സംഭവിച്ചുള്ളത്? ഓരോ നമ്പറിനെയും 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് 11A1 പ്ലസ് 11A2 പ്ലസ് എക്സെട്ര 11A10. ഇത് എത്രയാണെന്ന് ചോദിച്ചുള്ളത്? നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഇവിടെ മാറില്ല, കാരണം നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമ്പേഴ്സ് മാത്രമേ മാറുന്നുള്ളൂ. കാരണം ഇപ്പൊ ആദ്യത്തെ നമ്പർ 5 ആണെങ്കിൽ 11 × 5 ആയി ആ നമ്പർ. അടുത്ത നമ്പർ 10 ആണെങ്കിൽ 10 × 11 ആയി. അല്ലാതെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഇവിടെ മാറുന്നില്ല. ഇതിന്റെ ആവറേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. എല്ലായിടത്തും 11 ഉണ്ടല്ലോ, നമുക്ക് എന്ത് ചെയ്യാം? 11 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഇറ്റ് ഈസ് A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര A10 ബൈ 10. ഇങ്ങനെ എഴുതിക്കൂടെ? ഇനി ഇതിന്റെ വാല്യൂ എന്താണ്? A1 പ്ലസ് A2 പ്ലസ് A10 ബൈ 10ന്റെ വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് 7 ആണ്. സോ ദ ആൻസർ ഈസ് 11 × 7 ഈസ് ഈക്വൽ ടു 77. ഇത് ഈസി ആണ്, അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 10 നമ്പറിന്റെ ആവറേജ് തന്നിട്ടുണ്ട്. എല്ലാ നമ്പേഴ്സിനെയും ഒരു പർട്ടിക്കുലർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം? ആവറേജ് എന്താണെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം കിട്ടിയ ആവറേജിൽ നിന്ന് ഏത് നമ്പറാണോ മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാത്തിലും ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതിന്റെ ബിഹൈൻഡ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ആ 10 നമ്പർ നിങ്ങൾക്ക് അറിയില്ല. ദാറ്റ് ഈസ് A1 പ്ലസ് A2 പ്ലസ് A10 ബൈ 10 ഈസ് ഈക്വൽ ടു 7 ചെയ്തോ. എല്ലാ നമ്പറിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11 × 11 × 11 × 11 വരും. 11 കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റും. കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ ഇതെന്ന് പറയുന്നത് ആവറേജ് തന്നെയാണ്. സോ 11 × ആ ആവറേജ് ആണ് നമ്മുടെ ആൻസർ. ജസ്റ്റ് മാത്തമാറ്റിക്സ് റൂൾ ആണ്, ഒന്ന് ചെയ്യാം. ഇതെല്ലാവരും നോക്കിയേ. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അടുത്തടുത്തുള്ള നമ്പേഴ്സ് ആണ്. ഓഡ് നമ്പർ എന്താ നമുക്കറിയാം. ഒരു നമ്പർ ഓഡ് നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത ഓഡ് നമ്പർ എന്തായിരിക്കും? എക്സ് പ്ലസ് 2 ആയിരിക്കും. അതിനപ്പുറത്തുള്ള ഓഡ് നമ്പർ എന്തായിരിക്കും? എക്സ് പ്ലസ് 4 ആയിരിക്കും. എല്ലാവരും ഒന്ന് ചെയ്തേ. ഇത് ക്വസ്റ്റ്യനിൽ പ്രത്യേകത ഉണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹൈയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് നമ്പറിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്.
ഈ 61 തന്നിട്ടില്ലെങ്കിലും ഏത് നമ്പർ തന്നു കഴിഞ്ഞാലും അതൊരു കോമൺ ആൻസർ ആയിരിക്കും. വാട്ട് ഇസ് ദ ഹയസ്റ്റ് നമ്പർ അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ലോവസ്റ്റ് നമ്പർ വെച്ച് കഴിഞ്ഞാൽ 61ന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡിഫറൻസ് ചോദിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പറയാവുന്നുള്ളൂ ഡിഫറൻസ് എന്തായിരിക്കും. ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ചെയ്തുതരാം. ഇത്രയേ ഉള്ളൂ. 5 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ ആണ്. ഇപ്പൊ ഒരു ഓഡ് നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത ഓഡ് നമ്പർ എന്തായിരിക്കും? x+2 ആയിരിക്കും. പിന്നെയുള്ള ഓഡ് നമ്പർ എന്തായിരിക്കും? x+4 ആയിരിക്കും. പിന്നുള്ളത് എന്താണ്? x+6 ആയിരിക്കും. പിന്നെന്തായിരിക്കും? x+8 ആയിരിക്കും. ഒരു നമ്പർ 3 ആണെങ്കിൽ പിന്നെ 5, പിന്നെ 7, പിന്നെ 9, പിന്നെ 11. ഇതാണ് കോൺസിക്യൂട്ടീവ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. അടുത്തടുത്തുള്ള ഓഡ് നമ്പേഴ്സ്. ഈവൻ നമ്പർ ആണെങ്കിലും എക്സ് ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ x+2 ആയിരിക്കും അടുത്ത ഈവൻ നമ്പർ. അതിന്റെ അപ്പുറത്ത് ഈവൻ നമ്പർ x+4 ആയിരിക്കും. സെയിം ആയിരിക്കും ഈവൻ നമ്പറിന്റെ കേസിൽ. കാരണം അടുത്തടുത്ത് ഈവൻ നമ്പറിന്റെ ഡിസ്റ്റൻസ് 2 ആണ്. ഇങ്ങനെ എഴുതിയത് എല്ലാവരും എഗ്രി എന്ന് വിശ്വസിക്കുന്നു. ഇവിടുത്തെ ഈസി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹൈയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് നമ്പർ? ഹൈയസ്റ്റ് നമ്പർ എന്തായിരിക്കും? x+8 ആയിരിക്കും. ലോവസ്റ്റ് നമ്പർ എന്തായിരിക്കും? x ആയിരിക്കും. കാരണം ഇവിടുന്ന് 2 കൂട്ടാണ്. ഡിഫറൻസ് എന്താണ്? x+8 മൈനസ് എക്സ് ആണ്. എക്സും എക്സും പോയി കഴിഞ്ഞാൽ 8 ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല. സപ്പോസ് അവര് നിങ്ങളോട് ചോദിച്ചു വാട്ട് ഈസ് ദ ഹൈയസ്റ്റ് നമ്പർ. ഹൈയസ്റ്റ് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പറ. നമ്മള് ഇതിന്റെ ആവറേജ് കണ്ടെത്തണം. എന്താണ് ഇതിന്റെ ആവറേജ്? x+2+x+4+x+6+x+8. സോ എത്ര എക്സ് ഉണ്ട്? 1 2 3 4 5. ആവറേജ് നടന്ന് 5x plus 2 plus 4 that is 6. 6 plus 6 is 12. 12 plus 8 is 20. By average of 5 consecutive ആണ്. സോ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 5 ആണ്. സം ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് 5x plus 20. ഇതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 61. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയും 5 കോമൺ ഉണ്ട്, ഇവിടെയും 5 കോമൺ ഉണ്ട്. 5 into x plus 5 into 4 ആണ് ഇത്. 4 ആണ് ബാക്കിയുള്ളത്. 5x plus 5 into 4 20. ബൈ 5 ഉണ്ട്. സോ ഞാൻ എന്ത് ചെയ്തു? ഈ 5ഉം അടിയത്തെ 5ഉം ഞാൻ ക്യാൻസൽ ചെയ്തു. ഇവിടെ ഒരു 5 ഉണ്ടല്ലോ. ഞാൻ അധികം കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. വാട്ട് ഈസ് ദ ഹൈയസ്റ്റ് നമ്പർ അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ലോവസ്റ്റ് നമ്പർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആവറേജിന്റെ പ്രോപ്പർട്ടീസ് എടുക്കുക. ഇതിന്റെ ആവറേജ് എന്ന് പറയുന്നത് സം ഓഫ് ഒബ്സർവേഷൻ ആണ്. ദാറ്റ് ഈസ് x plus x+2 plus x+4 plus x+6 plus x+8 ആണ്. ദാറ്റ് ഈസ് എത്ര എക്സ് ഉണ്ട്? 5x ഉണ്ട്. ബാക്കി നമ്പേഴ്സിന്റെ സം ഇതാണ്. ആവറേജ് എന്ന് പറയുമ്പോൾ സം ഓഫ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ദാറ്റ് ഈസ് 5. ക്യാൻസൽ ചെയ്യാൻ വരുന്നതൊക്കെ ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ 5ന് ഇവിടെ കൊടുക്കാം. എന്നിട്ട് എക്സിന് ഒറ്റക്കാക്കുക. നമ്പേഴ്സിനൊക്കെ ഒരു ഭാഗത്ത് കൊടുക്കാം. എന്നിട്ട് എക്സിന് ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അത് ഈസി ആക്കാൻ ഇത് കട്ട് ചെയ്തത്. എക്സ് എന്താണ്? x+4 ആണ് ഇത്. എക്സ് എന്ന് പറയുന്നത് എക്സ് 61 മൈനസ് 4 ആണ്. സോ എക്സ് എന്ന് പറയുന്നത് 61 മൈനസ് 4 ഈസ് ഈക്വൽ ടു 57. അപ്പൊ എക്സ് 57 ആണ്. അപ്പൊ ലോവസ്റ്റ് നമ്പർ നമുക്ക് 57 കിട്ടി. അടുത്ത നമ്പർ 59, പിന്നെ 50, 61, 63, 65. അല്ലെങ്കിൽ x+8 എന്ന് പറയുന്നത് എന്താണ്? 57 plus 8 എന്ന് പറയുന്നത് 65 ആണ്. എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇവർ നമ്മുടെ ഡിഫറൻസ് എന്താണ്? 65 മൈനസ് 57 എന്ന് പറയുന്നത് 8 ആണ്. ഈ ഒരു കേസിൽ ഡിഫറൻസ് വെച്ചുകൊണ്ട് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറച്ച് നിങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ട് തന്നാണ്. ചിലപ്പോൾ ഹയസ്റ്റ് നമ്പർ ചോദിക്കാറുണ്ട്, ചിലപ്പോൾ ലോവസ്റ്റ് നമ്പർ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കും. എങ്ങനെ ചെയ്യേണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്ന ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും ഓക്കെ. ഇത് റീസെന്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 2025 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. എല്ലാവരും ഒന്ന് ചിന്തിച്ച് ചെയ്ത. കുറച്ച് സമയം എടുക്കും. നിങ്ങൾക്ക് ഞാനൊരു 30 സെക്കൻഡ് തരാം. നിങ്ങൾ കുറച്ച് ചെയ്തു പോവാ. എന്നിട്ട് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? എന്നെ അധികം നോക്കണ്ട. ഞാൻ പറയുന്ന ഹിന്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ നോക്കുക. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ചെയ്ത് പോവാം. എന്റെ ആൻസർ നിങ്ങൾക്ക് എപ്പോഴാണ് കിട്ടുന്നത് അപ്പൊ തന്നെ ഇടുക. ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ?
ഇവിടെ 3 പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട്. 3 പോസിറ്റീവ് നമ്പേഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് അറിയാത്തതുകൊണ്ട് എ ബി സി എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, 1/3 of the average of all 3 number is less than the value of the highest number. ഇതിൽ ഏതോ ഒരാൾ ഹൈയസ്റ്റ് വാല്യൂ ആണ്. ഈ 3 നമ്പറും ഡിഫറെന്റ് ആണെന്ന് വിശ്വസിക്കാം നമുക്ക്. ഇതിലെ ഒരാൾ എന്താണ്, വലിയ നമ്പറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ കൊടുക്കാം, അല്ലെങ്കിൽ സി കൊടുക്കാം, അല്ലെങ്കിൽ ബി കൊടുക്കാം, അല്ലെങ്കിൽ എ കൊടുക്കാം. ഞാൻ എന്ത് ചെയ്തു, സി ഇസ് ദ ഹൈയസ്റ്റ് നമ്പർ എടുത്തു. നിങ്ങൾ ഇഷ്ടംപോലെ ചൂസ് ചെയ്യാം കേട്ടോ. ഇവര് പറഞ്ഞ എന്താണ്, 1/3. 1/3 എന്ന് പറഞ്ഞാൽ എന്താണ് 1/3 കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 1/3 നമ്മൾ 1/3 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതില് 1/3 3-ൽ 1 ഭാഗം. അപ്പൊ ആവറേജ് 10 ആണെങ്കിൽ 10ന്റെ 3-ൽ 1 ഭാഗം എന്ന് പറയുമ്പോൾ 10 × 1/3 ആണ് ഉദ്ദേശിക്കുക. ഒരു നമ്പറിന്റെ 1/3 എന്ന് പറയുന്നത്, ഇപ്പൊ 10 ആണെങ്കിൽ 10ന്റെ 1/3 എന്ന് പറഞ്ഞാൽ 10 × 1/3 ആണ് അർത്ഥം. 5 ആണെങ്കിൽ 5 × 1/3 ആണ് അർത്ഥം. ആരുടെ 1/3 എന്ന് പറയുന്നത്? 1/3 ഓഫ് ആവറേജ് ഓഫ് ഓൾ ദ 3 നമ്പേഴ്സ്. സോ ആവറേജ് ഓഫ് ഓൾ ദ 3 നമ്പേഴ്സ് എന്താണ്? സം ഓഫ് ഒബ്സർവേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഇതിന്റെ 1/3 എന്ന് പറയുന്നത് എന്താണ്? ഇത് × 1/3. ഒരു നമ്പറിന്റെ 1/3 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നമ്പറെ × 1/3. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു നമ്പറിന്റെ 2 ടൈംസ് അല്ലെങ്കിൽ ത്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ 3 × a number is thrice of that number എന്ന് പറയുമ്പോൾ 3 × that. Twice of that number എന്ന് പറയുമ്പോൾ 2 × that number. 8 times എന്നൊക്കെ പറയുമ്പോൾ 8 × that number. 1/3, 1/4 എന്നൊക്കെ പറയുമ്പോൾ 1/3, 1/4. അതാണ് അതിന്റെ അർത്ഥം. അതൊന്ന് മനസ്സിലാക്കാം. 1/4 എന്ന് പറയുമ്പോൾ 1/4, 1/5 എന്ന് പറയുമ്പോൾ 1/5, 1/3 എന്ന് പറയുമ്പോൾ 1/3. ഓക്കെ, അപ്പൊ ഏതിന്റെ 1/3 ആണ്? ആവറേജ് ഓഫ് ദീസ് 3 നമ്പർ. ആവറേജ് എന്ന് പറയുന്നത് a + b + c/3 ആണ്. ഇതെന്താണ്? ഈസ് 8 ലെസ് ദാൻ ദ വാല്യൂ ഓഫ് ഹൈയസ്റ്റ് നമ്പർ. ഹൈയസ്റ്റ് നമ്പർ സി ആണെങ്കിൽ സിനേക്കാളും 8 കുറവായിരിക്കും. 8 ലെസ് ദാൻ എന്ന് പറയുമ്പോൾ സി 10 ആണെങ്കിൽ 10 - 8 ആണ്. ഇതിന്റെ 1/3 ഓഫ് ആവറേജ്. ഇത് എഴുതാൻ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇത് എഴുതിയവർ ആരെങ്കിലും ഉണ്ടോ ഇതില്? ഒന്ന് ജസ്റ്റ് റൈസ് ചെയ്ത ഇത് കിട്ടിയവര്, ഇങ്ങനെ എഴുതാൻ മനസ്സിലായവര്. ഇവിടെ നമുക്ക് ഉണ്ട് എ ഉണ്ട് ബി ഉണ്ട്. നമുക്ക് കണ്ടത് സി ആണ്. ഇനി എക്കും ബിക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കാം. അടുത്ത സെന്റൻസ് നോക്കിയാൽ മതി. ഇഫ് ദ ആവറേജ് ഓഫ് ലോവസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോവസ്റ്റ്. ഇത് ഹയസ്റ്റ് ആണെങ്കിൽ ഇതിലൊരാൾ ലോവസ്റ്റ് ആയിരിക്കും, അതിനേക്കാളും കുറഞ്ഞ വേറൊരാളാണ്. ചിലപ്പം എ നിങ്ങൾക്ക് ഇഷ്ടമല്ല ചൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ദ ആവറേജ് ഓഫ് ദ ലോവസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോവസ്റ്റ്. അപ്പൊ എത്ര നമ്പർ ഉണ്ട്? 2 നമ്പർ ഉണ്ട്. അതിന്റെ ആവറേജ് 8 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് എന്താണ്? a + b/2 ഈസ് 8. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? a + b വാല്യൂ 16 എന്ന് പറയാൻ പറ്റും. ഇവിടെ നമുക്ക് എന്ത് ചെയ്താം? ഇവിടെ a + b ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് c വാല്യൂ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? a ന്റെ b വാല്യൂ നമുക്ക് എങ്ങനെയും കണ്ടെത്തണം. അത് എന്തായാലും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാകും. ഇപ്പൊ ദ ആവറേജ് ഓഫ് ലോവസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോവസ്റ്റ് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് a + b/2 8 ആണ്. ഇറ്റ് ഈസ് a + b എന്താണ്? 8 × 2 ആണ്. ദാറ്റ് ഈസ് 16. ഈ ഇക്വേഷൻ കുറച്ചുകൂടി ഈസി ആയി. ദാറ്റ് ഈസ് എന്തായി? വെരി ഗുഡ്. 16+. ശ്രദ്ധിച്ചോളൂ, ആൻസർ ചെക്ക് ചെയ്യണേ. 16 + c/, ഇവിടെ എന്താണ് ഞാൻ പറഞ്ഞിരുന്നു? a/b × c/d ആണെങ്കിൽ a × c/b × d ആണ്. സോ a + b + c × 1, 3 × 3, 3 × 3 എന്താണ്? 9 ഈസ് ഈക്വൽ ടു c - 8. എന്ത് ചെയ്യാം? ഡിവൈഡഡ് ബൈ 9 ഇപ്പുറത്തേക്ക് എത്തിക്കുക. പിന്നെ സിംപ്ലിഫിക്കേഷൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ സ്റ്റെപ്പും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യണം. ദാറ്റ് ഈസ് 16 + c എന്ന് പറയുന്നത് 9 × c - 9 × 8 ഈസ് 72. സീനൊക്കെ ഒരു ഭാഗത്തേക്കാക്കുക, നമ്പേഴ്സിനൊക്കെ ഒരു ഭാഗത്തേക്കാക്കുക. ഇവിടെ c വലുത് 9c ആണ്. ഈ +c ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -c ആകും. ഇയാൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ആകും. ദാറ്റ് ഈസ് 72. -72 ഇപ്പുറത്തേക്ക് വരുമ്പോൾ +72 ആയി. ഈ +16 അവിടെ തന്നെ ഉണ്ട്. ഇനി 9c ഉണ്ട് ഇവിടെ. ഈ +c ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താകും? -c ആയിരിക്കും.
ഇതെന്താണ് 72 + 16 ഈസ് 88 ഈസ് ഈക്വൽ ടു 8c. സിന്റെ വാല്യൂ എന്താണ്? 88/8 എന്ന് പറയുന്നത് 11 ആണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. തുഷാരക്ക് എത്ര കിട്ടിയത്? എവിടെ തെറ്റിപ്പോയത്? ഒന്ന് ശ്രദ്ധിക്കണം. ആൻസർ 11 ആണ് നമ്മുടെ ആൻസർ. ഓരോ സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ടാകും. അപ്പൊ ആവറേജിന്റെ ഏറ്റവും ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ആണിത്. അപ്പം പല രീതിയിൽ അവർ ആവറേജിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പം a+b/2 = 8 നിന്ന് a+b കണ്ടെത്തുന്ന ഒരു ഐഡിയ നിങ്ങൾക്ക് വേണ്ടത്. ആവറേജ് ഓഫ് 2 നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ സമ്മിലേക്ക് നമ്മുടെ ചിന്ത ഫസ്റ്റ് തന്നെ പോകണം. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വിഷയം ഇവിടെ. നമുക്ക് അടുത്ത അറിയേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സ്പീഡ്? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ്. ടൈം നമുക്ക് അവിടെ തന്നെ കണ്ടെത്താൻ പറ്റും. ടൈം ഡിവൈഡ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് ടൈം. ഈ ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ തന്നെ നമുക്ക് എല്ലാ ഇക്വേഷൻസ് പരസ്പരം എഴുതാൻ പറ്റും. ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എന്താണ്? ടൈം ഇൻറ്റു സ്പീഡ്. അപ്പൊ 3 ഇക്വേഷൻസ് നമ്മൾ ഒറ്റയടിക്ക് പഠിച്ചു. ഇനി ഞാൻ പറഞ്ഞായിരുന്നു യൂണിറ്റുകൾ. യൂണിറ്റുകൾ മനസ്സിലാക്കണം. എത്ര മീറ്റർ ആണ് 1 കിലോമീറ്റർ? 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ. ഇനി 60 സെക്കൻഡ് ആണ് 1 മിനിറ്റ്. ഇനി 60 × 60, കാരണം 1 മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 60 മിനിറ്റ് ആണ് 1 മണിക്കൂർ അല്ലെ? 60 മിനിറ്റ് ആണ് 1 മണിക്കൂർ. സോ 60 × 60 ആണ് 1 മണിക്കൂർ. ദാറ്റ് ഈസ് 36.00 സെക്കൻഡ് ആണ് 1 അവർ. ഞാൻ പറയുന്നു സ്പീഡിന്റെ യൂണിറ്റ് പറയുന്ന സമയത്ത് ബേസിക് യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവർ. കാരണം സ്പീഡിന്റെ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസിന് കിലോമീറ്ററും മറ്റേതിന് സെക്കൻഡും. ഇങ്ങനെ ഒരു സംഭവം സ്പീഡിനില്ല. ഒന്നില്ലെങ്കിൽ ഇത് കിലോമീറ്റർ ആണെങ്കിൽ ഇത് അവറിലായിരിക്കണം ടൈം പറയേണ്ടത്, അല്ലെങ്കിൽ ഇത് മീറ്ററിലാണെങ്കിൽ ഇത് സെക്കൻഡിൽ പറയണം. അല്ലാതെ ഇത് കിലോമീറ്ററിലും ഇത് സെക്കൻഡിലും പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് മീറ്ററിലും ഇത് അവറിലും പറയാൻ പാടില്ല. മിനിറ്റിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. അല്ലെങ്കിൽ എന്താണ്, മിനിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സെക്കൻഡിലേക്ക് മാറണം. 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കൺവേർഷൻസ് ഒക്കെ നിങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കണം. 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. 1 സെക്കൻഡ് എന്ന് പറയുന്നത് 1/60 മിനിറ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഓർത്തു വെക്കുക. ബേസിക് ആയിട്ടുള്ള കൺവേർഷൻസ് ഒക്കെ മനസ്സിലാക്കുക. എങ്ങനെയാണ് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കുക. അപ്പൊ ഇതെല്ലാവരും ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത നോട്ടിൽ എല്ലാവരും. അപ്പൊ സ്പീഡിന്റെ ഇക്വേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. അതേപോലെ ടൈമിന്റെ ഇക്വേഷൻസ് എന്താ മനസ്സിലാക്കുക. ഇനി കിലോമീറ്റർ പെർ അവർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റും? ഈസിയാണത്. ഈ ഒരൊറ്റ സാധനം മനസ്സിലാക്കിയാൽ മതി. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. 1 അവർ എന്ന് പറയുന്നത് 3600 സെക്കൻഡ് ആണ്. 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് 1000/3600 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 00 പോയി 10 ന് 36 എന്ന് പറയുമ്പോൾ 5/18 മീറ്റർ പെർ സെക്കൻഡ്. കാരണം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് 5 ആയി, ഇത് 18 ആയി. 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 1 മീറ്റർ പെർ സെക്കൻഡ് ഈ 18 ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകും, ഈ 5 ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവൈഡ് ആകും. കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ 5 മീറ്റർ പെർ സെക്കൻഡിനെ എങ്ങനെ കിലോമീറ്റർ പെർ അവർ ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 5 × 18/5 ചെയ്താൽ മതി. ഇപ്പൊ ഡോളർ കൺവേർഷൻ പോലെ തന്നെ 1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 5 × ഇതാണ്. നമ്മളിപ്പോ പറയില്ലേ
ഒരു ഇന്ത്യൻ റുപ്പി 90 ഇന്ത്യൻ റുപ്പീസ് എന്ന് പറയുന്നത് $1 ആണെങ്കിൽ $5 എന്ന് പറയുന്നത് 5 × 90 ആണ്. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു കൺവേർഷൻ ഒന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ്? എക്സ് കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് എക്സ് × 5/18 മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പം എക്സ് കിലോമീറ്റർ പെർ അവർ എന്നത് എക്സ് × 5/18 ആണ്. തിരിച്ചാണെങ്കിൽ എക്സ് മീറ്റർ/സെക്കൻഡ് ആണെങ്കിൽ എക്സ് × 18/5 കിലോമീറ്റർ പെർ അവർ ആണ്. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ആ കൺവേർഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ചേ. ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ചെയ്യാവുന്നേ. ആൻസർ എന്താ കിട്ടിയേ? ഇവിടെ എന്താ തന്നിട്ടുണ്ട്? നമുക്ക് ഇക്വേഷൻസ് അറിയാം, ഡയറക്റ്റ് ഇക്വേഷൻസ് ആണ്. സ്പീഡിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് മീറ്ററിൽ തന്നു, ഇത് മിനിറ്റിൽ തന്നു. നമ്മൾ എന്താക്കണം? ഇതിനെ ഒന്നില്ലെങ്കിൽ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? 5 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡാ? ഡാഷ് സെക്കൻഡ് എത്ര സെക്കൻഡാ? നമുക്കറിയാം 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. ഫൈവ് മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡാ? 60 × 5 അല്ലേ? That is meter per എവിടെയെങ്കിലും തെറ്റിട്ടുണ്ടോ നോക്കണേ. ടു അല്ലേ? പിന്നെന്താ ചെയ്യേണ്ടത്? 2 മീറ്റർ/സെക്കൻഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിനെ നമുക്ക് എന്താക്കണം? കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റണം. നമ്മൾ ഇക്വേഷൻസ് എന്തായിരുന്നു? മീറ്റർ/സെക്കൻഡിനെ നമ്മൾ എങ്ങനെ കിലോമീറ്റർ പെർ അവറിലാക്കുക? ഓക്കെ, സോ 1 മീറ്റർ/സെക്കൻഡ് എന്ന് പറയുന്നത് ഇത്ര കിലോമീറ്റർ പെർ അവർ ആണ്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? വരുന്നത് that is 36/5. ഓക്കെ, ഓക്കെ ആണോ? അപ്പൊ എന്ത് ചെയ്യാ? മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റുക. ഡയറക്റ്റ് കൺവേർഷൻ. 1 മീറ്റർ/സെക്കൻഡ് എന്ന് പറയുന്നത് 18/5 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പൊ കൺവേർഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തെറ്റാതെ നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഈ ഒരു സാധനത്ത് 1000/, ഈ ഒരു സാധനം പഠിച്ചാൽ മതി. അപ്പൊ മീറ്റർ/സെക്കൻഡ് ഇങ്ങോട്ട് മാറ്റാൻ ഈ 18ഉം 5 ഇപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ മതി. ഓക്കെ, ഇതൊന്നും എല്ലാവരും വായിച്ചേ. കുറച്ച് ടഫാണ്, ലെവല് കൂടി വരുവാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിനിപ്പോ പഠിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല, മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു സാധനം വേണ്ട. 10 ദിവസം നിങ്ങളൊന്ന് മാറ്റി വെച്ചാൽ മതി. 10 ദിവസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് 5 ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റും. റീസെന്റ് ആയിട്ടാണെങ്കിൽ 5-6 ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അതേപോലെ ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പം ടോട്ടൽ നിങ്ങൾക്ക് 20 മാർക്ക് പേപ്പർ 1 എന്ന് വേണം. റാങ്കിന്റെ ഡിഫറൻസ് അവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇത് ക്ലാസ് കേൾക്കാത്തവരെ സംബന്ധിച്ചോളം ചെയ്യാന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം കഴിഞ്ഞ വർഷമൊക്കെ ബേസിക് ഒന്നും അറിയാത്ത കുട്ടികൾ വന്നിട്ട് അവസാനം അവര് നല്ല രീതിയിൽ ചോദിക്കുമ്പോൾ തന്നെ സ്പീഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു പ്രാക്ടീസ് മാത്രം മതി നിങ്ങൾക്ക്. അത് നിങ്ങൾ റെഡി ആണെങ്കിൽ 10 ദിവസം നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് സീരീസ് അയച്ചുതരും. അതേപോലെ റെക്കോർഡഡ് കണ്ടന്റ്സ് ലൈവ് ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. സോ എന്ത് ചെയ്യുക? എല്ലാവരും പരമാവധി നമ്മുടെ
ഈ വർക്ക്ഷോപ്പിൽ നിന്ന് ക്ലാസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ എനിക്ക് കുറച്ചുകൂടി ഈസിയായി മനസ്സിലാവും. ഇവിടുത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് പീരീഡേ ഉള്ളൂ, എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ എനിക്ക് വലിയ ഉപകാരപ്പെടില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ ടഫ് ക്വസ്റ്റ്യൻസ് എടുത്തുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ടഫാണ് ഇതിലെ ടോപ്പിക്. പക്ഷെ ആ ടഫ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് ചെയ്യാൻ പറ്റാന്നേ ഉള്ളൂ. അതെന്ത് ചെയ്യാ, നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ചേ, സ്വന്തമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടണം നിർബന്ധമൊന്നുമില്ല. എന്താണ് തന്നിട്ടുള്ളത്, എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, ഇതാണ് നെറ്റിന് അയച്ചൊരു ക്വസ്റ്റ്യൻ. സ്പീഡിന്റെ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. ഇതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്യും. ബാക്കിയുള്ളവരെ സ്പീഡിന്റെ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. മീറ്റർ തന്നിട്ടുണ്ട്, മിനിറ്റ് തന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് സ്പീഡ് എഴുതുമ്പോൾ ഒന്നില്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവർ ആയിരിക്കണം. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് കിലോമീറ്റർ പെർ അവറിലാണ് ചോദിച്ചുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് രീതി നമുക്കറിയാം. മീറ്റർ ഈ 5 മിനിറ്റിന് നമുക്ക് സെക്കൻഡിലൊക്കെ ഈസിയാണ്. ദറ്റ് ഈസ് 5 × 60 ആണ്, ദറ്റ് ഈസ് 300 സെക്കൻഡ് ആണ്. അപ്പൊ സ്പീഡിന്റെ ആൻസർ നമ്മൾ പെട്ടെന്ന് കണ്ടെത്തി. ദറ്റ് ഈസ് 600/300 എന്ന് പറഞ്ഞത് 2 ആണ്. പിന്നെ നമുക്കറിയാം മീറ്റർ പെർ സെക്കൻഡ് എങ്ങനെയാണ് കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റുക. അപ്പം 5/80 എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനാണ്. ഇനി മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദറ്റ് ഈസ് 2 × 18 എന്ന് പറയുന്നത് 36/5 എന്ന് പറയുന്നത് 7.2 ആണ്. അപ്പൊ കൺവേർഷൻ മാത്രം മനസ്സിലാക്കിയാൽ മതി. മീറ്റർ പെർ സെക്കൻഡ് നിങ്ങളുടെ ആൻസർ എങ്കിൽ എന്ത് ചെയ്യണം, 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കിലോമീറ്റർ പെർ അവറിലേക്ക് മാറും. ആ ഒരു സാധനം മാത്രം മനസ്സിലായി. എങ്ങനെയാണ് 18/5 ഒക്കെ വന്നതെന്ന് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. 1 അവർ എന്ന് പറയുന്നത് 3600 സെക്കൻഡ് ആണ്. ക്യാൻസൽ ഒക്കെ ചെയ്തിട്ട് 10/36 കിട്ടി, 5/18 കിട്ടി. ഇനി തിരിച്ചു വരാണെങ്കിൽ ഇവിടുന്ന് 18 ഇപ്പുറത്തേക്ക് പോകും, 5 ഇപ്പുറത്തേക്ക് വരും. ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കൂ. ഞാൻ പറഞ്ഞു തരാം. എ ഫാമർ ട്രാവൽഡ് എ 61 കിലോമീറ്റർ ഇൻ 9 hours. ഒരു ഫാമർ ഉണ്ട്, അയാൾ എന്ത് ചെയ്തു, 61 കിലോമീറ്റർ അയാള് 9 മണിക്കൂർ കൊണ്ട് നടന്നു. നിങ്ങൾ എന്ത് ചെയ്യാം, പിക്ചറൈസേഷൻ പഠിക്കാം. 61 കിലോമീറ്റർ ഉള്ളത് എത്ര മണിക്കൂർ, 9 മണിക്കൂർ. ടോട്ടൽ ടൈം കിട്ടിയിട്ടുണ്ട്, ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. ഹി ട്രാവൽ പാർട്ട്ലി ഓൺ ഫുട്ട് അറ്റ് 4 km/h. എന്ത് ചെയ്ത്, ആദ്യത്തെ കുറച്ച് ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് ഏതാ നമുക്കറിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ ഡിസ്റ്റൻസിന് ഞാൻ എക്സ് എന്ന് വിളിച്ചു. ബാക്കി ഡിസ്റ്റൻസ് എന്തായിരിക്കും, അത് പെട്ടെന്ന് പറഞ്ഞേ. ഇത് എക്സ് ആണെങ്കിൽ ബാക്കി എന്തായിരിക്കും, വൈ എന്ന് കൊടുത്ത് ഞാൻ ആൻസർ ഒരിക്കലും കിട്ടൂല. 61 - x. ഇവിടെയാണ് ആ കൺസെപ്റ്റ് വേണ്ടത്. ടോട്ടൽ തന്നിട്ടുണ്ടെങ്കിൽ ഇത് എക്സ് ആണെങ്കിൽ ബാക്കിയുള്ളത് 61 - x ആണ്. നമുക്ക് ആൻസറിന്റെ എക്സിന്റെ വാല്യൂ കണ്ടെത്തേണ്ടത്. ടോട്ടൽ ടൈം വന്നിട്ടുണ്ട്. എന്താണ് ടൈം, എന്താ ടൈം എന്താണ്, നമ്മൾ പറഞ്ഞിരുന്നു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ്. അപ്പൊ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് എന്ത്, ടൈം. ആ ഒറ്റ ഇക്വേഷനിൽ തിരിച്ചു മറിച്ച് ചെയ്താൽ മതി. സ്പീഡ് എന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, ടോട്ടൽ ടൈം 9 hours തന്നിട്ടുണ്ട്. സോ 9 എന്ന് പറയുന്നത് നടന്ന ടൈമും അതേപോലെ സൈക്കിളിൽ പോയ ടൈമും കൂടി കൂട്ടിയതാണ്. നടന്ന ടൈം എങ്ങനെ കണ്ടെത്തുക, ഡിസ്റ്റൻസ് എക്സ് ആണ്, സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്, 4 km/h ആണ്. അപ്പൊ x/4 ആണ് ആദ്യത്തെ ടൈം നടന്നത്, പ്ലസ് അടുത്ത് നടന്നത് 61 - x ആണ് ഡിസ്റ്റൻസ് നടന്നത്. സ്പീഡ് എത്രയാണ്, 9 ആണ്. അപ്പം ഇതെടുത്ത ടൈമും കിട്ടി, ഇതെടുത്ത ടൈമും കിട്ടി. ടോട്ടൽ ടൈം 9 തന്നിട്ടുണ്ട്. x/4 പ്ലസ് 61 - x/9 = 9 തന്നിട്ടുണ്ട്. ഇതിനി സോൾവ് ചെയ്യണം. ആൻസർ 10 ആണെന്ന് ശ്രദ്ധിക്കുക. ആകെ 10 ഓപ്ഷനിൽ ഇല്ലല്ലോ. ഓക്കെ, എന്ത് ചെയ്യണം, ഇത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാൻ നിങ്ങൾ ചിലപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടണമെന്നൊന്നുമില്ല. നിങ്ങൾ സിംപ്ലിഫൈഡ് ഒരു ഐഡിയ മനസ്സിലാക്കണം.
നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം വന്നിട്ടില്ല. എ ബൈ ബിയും സി ബൈ ഡി ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇയാൾ ഇങ്ങോട്ട് കൊടുത്തു, ദാറ്റ് ഈസ് 9x പ്ലസ് ഇയാൾ ഇങ്ങോട്ട് കൊടുത്തു 4 × 61 - x ബൈ നമ്മൾ പറഞ്ഞായിരുന്നു എ ബൈ ബി പ്ലസ് സി ബൈ ഡി എന്ന് പറഞ്ഞത് ഇത് ഇൻറ്റു ഇത് പ്ലസ് ഇത് ഇൻറ്റു ഇത് ബൈ ഇത് ഇൻറ്റു ഇത്. 9x പ്ലസ് 4 × 61 ഈസ്, എല്ലാം നമുക്ക് ഇവിടെ തന്നെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല. 244 മൈനസ് 4x ഈസ് ഈക്വൽ ടു ഈ 36 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 9 × 36. ഡിവിഷൻ ഒക്കെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് മനസ്സിലാക്കുക. 9 × 36 എന്താണ്? 4, 5, 27, 27, 12. 9x minus 4x is 5x plus 244 ഇപ്പുറത്തേക്ക് വരുമ്പോ minus 244 minus 244 0 2 12 80. 5x is equal to നമുക്ക് എന്ത് കിട്ടി? എന്താ കിട്ടി? ലാസ്റ്റ് എന്താ കിട്ടി ഇവിടുന്ന്? 5x is equal to 80. x എന്ന് പറഞ്ഞത് 80/5. ആൻസർ എത്രയാ? ആൻസർ ഈസ് 60. കുറച്ച് ടഫാണ്. ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ടോട്ടൽ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നിന് എക്സ് കൊടുക്കുക, അടുത്തതിന് വൈ കൊടുക്കരുത്, 61 - x കൊടുക്കുക. അതാണ് ഫസ്റ്റ് കൺസെപ്റ്റ്. ടോട്ടൽ ടൈം വന്നിട്ടുണ്ട്, എന്ത് ചെയ്യാ? നടന്നെടുത്ത സമയം, ബൈസൈക്കിൾ എടുത്ത സമയം, അതെങ്ങനെ എടുത്താം? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. രണ്ടിന്റെ സ്പീഡ് വന്നിട്ടുണ്ട്, മറ്റേതും ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ടൈം. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു, എക്സിന് ഒറ്റക്കാക്കാണ് ഒരു ലക്ഷ്യം. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു സാധനം വരുന്ന സമയത്ത് എന്ത് ചെയ്യാ? ഇതിനെ നമ്മള് എ ബൈ ബി പ്ലസ് സി ബൈ ഡി ആകുമ്പോൾ എ ഇൻറ്റു ഇത് ഇതിന്റെ ഇത് ചെയ്യുക. എക്സിനെ പരമാവധി സിംപ്ലിഫൈ ചെയ്യുക. ഈ സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പഠിക്കാം. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് എന്തായാലും എടുക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ, ഇപ്പോഴല്ല. അപ്പൊ അത് എങ്ങനെയാണ് നമുക്കൊരു ഇക്വേഷൻസ് വന്നു കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യുക ഈസി ആയിട്ട്. ഇത്രയേ ഉള്ളൂ. ഇത് എ ബൈ ബിന്റെ സാധനമാണ് ചെയ്താൽ മതി. ഇതിന്റെ ഇത് നമ്മൾ എന്ത് ചെയ്തു? ഈ ബൈ 36 ഇപ്പുറത്തേക്ക് കൊടുത്തു. 9x ഉണ്ട്, minus 4x ഉണ്ട്, ദാറ്റ് ഈസ് 5x. ഓക്കെ, 324 - 244 എന്ന് പറയുന്നത് 80 ആണ്. എല്ലാവരും ഓക്കെ ആണോ? സോ ദ ആൻസർ ഈസ് 60. ഇതെല്ലാരും ഒന്ന് വായിച്ചേ. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒരു എയറോപ്ലെയിൻ ഉണ്ട്, ഇത്ര ഡിസ്റ്റൻസ് ഇത്ര കിലോമീറ്ററിൽ പോയി. ടു കവർ ദ സെയിം ഡിസ്റ്റൻസ് ഇൻ 1 hour ഇറ്റ് മസ്റ്റ് ട്രാവൽ അറ്റ് എ സ്പീഡ്. ഡിസ്റ്റൻസ് കണ്ടെത്തുക, സ്പീഡ് കണ്ടെത്ത ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ചെയ്തെല്ലാവരും. ഇതൊക്കെ നിങ്ങൾക്ക് 2 മാർക്ക് ഇങ്ങനെ ഈസി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം, അത് മാത്രം മനസ്സിൽ വെക്കുക. എന്താ ഡൗട്ട്? സമയം എടുക്കുന്നത് എന്താ? എയറോപ്ലെയിൻ കവേഴ്സ് എ സർട്ടൻ ഡിസ്റ്റൻസ്. എയറോപ്ലെയിൻ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്? അറ്റ് എ സ്പീഡ് ഓഫ് 240 km/h. KMPM എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ
പെർ അവർ ആണ് അർത്ഥം. ഇൻ 5 hours. സോ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ കണ്ടെത്താം? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. കാരണം ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ്. സ്പീഡ് ഇൻറ്റു ടൈം ആണ് ഡിസ്റ്റൻസ്. സ്പീഡ് എത്രയാണ്? 240 ഇൻറ്റു ടൈം എന്താണ്? ഇത് കിലോമീറ്റർ പെർ അവർ ആണ്. സോ ടൈമും അവറിലായിരിക്കും. സോ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നത് കിലോമീറ്ററിലായിരിക്കും. ഇതിന്റെ ആൻസർ എത്രയാ? 1200 കിലോമീറ്റർ. ഇത്രയും കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്യാനുള്ളത്. എത്ര ടൈം ഉള്ളു ഇനി? 1 hour ഉള്ളൂ. സോ എത്ര സ്പീഡിൽ പോകണം? സ്പീഡ് എന്ന് പറയുന്നത് 1200 by 1, that is 1200 kilometer per hour. So the answer is 120. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്പീഡ് തന്നിട്ടുണ്ട്, ടൈം വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കണം, യൂണിറ്റ് ഇത് അവറിലാണ്, ഇത് കിലോമീറ്റർ. അപ്പം പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഡിസ്റ്റൻസ് കിട്ടുന്നത് ഇൻ ടേംസ് ഓഫ് കിലോമീറ്ററിലാണ്. ഏതെങ്കിലും ഒന്ന് വേറെ ആണെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ, ഇത് സെക്കൻഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സെക്കൻഡിനെ അവറിലേക്ക് മാറ്റണം. സെക്കൻഡിനെ എങ്ങനെ അവറിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് അറിയാം. 1/3600 വെച്ചാൽ മതി. മനസ്സിലാക്കോ? ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുമ്പോൾ ഡിവൈഡ് ആയിരിക്കും, വലുതിൽ നിന്ന് ചെറുതിലേക്ക് പോകുമ്പോൾ ഇൻഡു ആയിരിക്കും. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. പിന്നെ തിരിച്ചു വരുന്നതോ ആ ഡിസ്റ്റൻസിനെ ട്രാവൽ ചെയ്യുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. എന്താ പറ്റിയത്? എല്ലാവർക്കും കിട്ടുന്നതായിരുന്നില്ലേ? ബുദ്ധിമുട്ടുണ്ട് ഇതിലാരെങ്കിലും? ഓക്കെ അല്ലേ? ഓക്കെ, ഫൈൻ. ഇതൊന്നും എല്ലാവരും ഒന്ന് ഞാൻ ചെറിയ റിസൾട്ട് പറഞ്ഞുതരാം. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. രണ്ട് ടൈപ്പ് സ്പീഡ് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്പീഡ് ഉണ്ടാവും, രണ്ട് സ്പീഡ് ഉണ്ടാവും. അപ്പൊ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്, ആക്ച്വൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. അപ്പം ആദ്യത്തെ 5 മണിക്കൂറിൽ ഇത്ര ഡിസ്റ്റൻസ് പോയി, പിന്നത്തെ 5 മണിക്കൂറിൽ ഇത്ര ഡിസ്റ്റൻസ് പോയി. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തോ അത് കണ്ടെത്തുക, ബൈ ടോട്ടൽ എത്ര ടൈം എടുത്തോ അത് എടുക്കുക. ചില ക്വസ്റ്റ്യനില് ആവറേജ് തന്നിട്ടുണ്ടാകും, ഡിസ്റ്റൻസും ടൈമും തന്നിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ എങ്ങനെയാണ് ആവറേജ് സ്പീഡ് കണ്ടെത്തുക? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമുക്ക് ആ ഇക്വേഷൻ എന്ന് പറയുന്നത്, ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്, സപ്പോസ് V1 ഉണ്ട്, V2 ഉണ്ട്. ഡിസ്റ്റൻസ് ഫസ്റ്റ് പോയ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കണം രണ്ടാമത് പോയ ഡിസ്റ്റൻസ്. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഇക്വേഷൻസ് ഉപയോഗിക്കാൻ പറ്റുക. കാരണം നമ്മൾ എന്ത് തന്നിട്ടുണ്ട്? ഒരു X ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത്. ഓക്കെ, ആ V1 സ്പീഡില് തിരിച്ച് V2 സ്പീഡില് സെയിം ഡിസ്റ്റൻസ് തിരിച്ചു വന്നു. അപ്പൊ ഒരേ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ. നമ്മൾ എന്ത് ചെയ്യാം? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് എക്സ് പ്ലസ് എക്സ് ബൈ ടോട്ടൽ ടൈം. നമുക്ക് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്, ടൈം എന്താണ്? ഡിസ്റ്റൻസ് ബൈ V1, എക്സ് ബൈ V1 പ്ലസ് എക്സ് ബൈ V2. ഇതാണ് ടോട്ടൽ ടൈം. ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് എടുത്ത ടൈം, ഇത് രണ്ടാമത് എടുത്ത ടൈം. ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ നമുക്ക് V1 V2, ചിലപ്പോൾ ഡിസ്റ്റൻസ് എത്രയും തന്നിട്ടുണ്ടായില്ലെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും, ആവറേജ് സ്പീഡ് കണ്ടെത്താൻ പറ്റും. ശ്രദ്ധിക്കണം, ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ മാത്രം ഇക്വേഷൻസ്. എക്സ് പ്ലസ് എക്സ് എന്താണ്? 2x. ഇതെന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ഇത് ഇൻറ്റു ഇത്, ഇത് ഇൻറ്റു ഇത്, ദാറ്റ് ഈസ് എക്സ് V2 പ്ലസ് എക്സ് V1 ബൈ V1 ഇൻറ്റു V2. ഇതെന്താണ്? 2x. ഈ V1 V2 എങ്ങോട്ടേക്ക് പോകും? ഇത് 2/x, 2x/1 ആണ്. ഇത് b/c ആണ്. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ മുകളിലേക്ക് പോകും. താഴെ എന്താണ്? എക്സ് രണ്ടിലും കോമൺ ഉണ്ട്, V1 പ്ലസ് V2. എക്സും എക്സും പോയി, ദാറ്റ് ഈസ് 2V1 V2 ബൈ V1 പ്ലസ് V2. നിങ്ങൾ ഈ ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ മതി. ഇത് എപ്പോഴാണ് ഉപയോഗിക്കാൻ പറ്റുക? ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ മാത്രം. അല്ലാതെ കയറി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉത്തരം തെറ്റിപ്പോകും. ഒരു പേഴ്സൺ ഒരു സ്ഥലത്തേക്ക് പോയി തിരിച്ചു വരുവാണെങ്കിൽ ഡിസ്റ്റൻസ് രണ്ടും സെയിം ആണ്. അങ്ങനെയുള്ള സമയത്ത് ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ എന്താണ്? 2 ഇൻറ്റു ആദ്യത്തെ സ്പീഡ് ഇൻറ്റു രണ്ടാമത്തെ സ്പീഡ് ബൈ V1 പ്ലസ് V2. ആദ്യത്തെ സ്പീഡ് പ്ലസ് രണ്ടാമത്തെ സ്പീഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സക്സസീവ് ഡിസ്കൗണ്ടിന്റെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ സക്സസീവ് ഡിസ്കൗണ്ടിന്റെ ഇക്വേഷന്? എക്സ് ഒരു ഡിസ്കൗണ്ട്, വൈ ഡിസ്കൗണ്ട് ആണെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച്
ഇക്വലന്റ് ടു സിംഗിൾ ഡിസ്കൗണ്ടിന്റെ ഇക്വേഷൻ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പറഞ്ഞേ. എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് വൈ ബൈ 100 ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ പുതിയ ഇക്വേഷൻ കൂടി പഠിച്ചിട്ടുണ്ട്. ആവറേജ് സ്പീഡ് എപ്പോൾ ഇഫ് ഡിസ്റ്റൻസ് ഈസ് സെയിം. അപ്പൊ എന്താ ഇക്വേഷൻ എന്താണ്? 2v1 v2 ബൈ v1 പ്ലസ് v2. അതെങ്ങനെ കണ്ടെത്തുന്ന പഠിക്കേണ്ട ആവശ്യമില്ല, ഈസി ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. എന്താണ് പ്രോപ്പർ ഡെഫിനിഷൻ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ് ആവറേജ് സ്പീഡ്. Okay, a person travels from x to y at a speed 50 km/h and returns from y to x by increasing his speed 50%. അപ്പൊ ആദ്യം ഒരാള് 50 km/h പോയി, തിരിച്ചു വരുമ്പം 50 km/h അയാൾ എന്ത് ചെയ്തു? അതിൽ നിന്നും സ്പീഡ് കൂട്ടി. എത്ര സ്പീഡ് കൂട്ടിയത്? 50%. അപ്പൊ ഇതിന്റെ 50% എത്രയാ? 50ന്റെ 50% എത്രയാ? 50ന് 50% എത്രയാ? 50ന്റെ പകുതിയാണ്. ഞാൻ പറഞ്ഞ 50% എന്ന് പറയുന്നത് നേരെ പകുതി. അപ്പൊ 25 കിലോമീറ്റർ. അപ്പൊ എന്തായി? 50 പോയ ആൾക്കാര് 25 km/h കൂടി കൂട്ടി. അപ്പൊ തിരിച്ചു വന്നത് ഏത് സ്പീഡിലാണ്? 75 km/h. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട സാധനം. തിരിച്ചു വരുമ്പോ അയാള് സ്പീഡ് 50% കൂടി കൂട്ടി. അപ്പൊ ആദ്യം 50% പോയിട്ടുണ്ട്, 50 km/h പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോ 50ന്റെ 50% കൂടി കൂട്ടി, ദാറ്റ് ഈസ് 25 കൂടി കൂട്ടി, ദാറ്റ് ഈസ് 75 km/h. ഇതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട സാധനം. ഇനി ആവറേജ് സ്പീഡ് കണ്ടെത്താം. ഡയറക്റ്റ് ഇക്വേഷൻസ് കൊടുക്കാം. എന്താ ഇക്വേഷൻ? എന്താ? 2 into v1 v2 by v1 plus v2, that is 2 into 50 into 75 by 50 plus 75. 2 into 50, 100. That is 7500. ഇത് എത്രയാണ്? 125. 125ന്റെ സംതിങ് ആണ് ഇത്. എത്രയാ? ഡിവൈഡ് ചെയ്ത് 5 6 വരുമ്പോ എന്തായി? 7 ആയിരിക്കില്ല, 6 നോക്കാം. 30 3 6 12 15 1. ഓപ്ഷനിൽ 60 ഉണ്ടോ നോക്കുക. ഓക്കെ ആണ് എല്ലാവരും? ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 2v1 v2 ബൈ v1 പ്ലസ് v2 ആണ്. എപ്പോൾ മാത്രം? ഡിസ്റ്റൻസ് സെയിം ആകുമ്പോൾ. ഡിസ്റ്റൻസ് സെയിം അല്ലെങ്കിൽ ഈക്വേഷൻസ് കൊടുക്കരുത്. എന്ത് ചെയ്യണം? ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടെത്താൻ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടാകും. ബൈ ടോട്ടൽ ടൈം. അപ്പൊ ഡിസ്റ്റൻസ് 10 തന്നിട്ടുണ്ട്, മറ്റേ ഡിസ്റ്റൻസ് 50 തന്നിട്ടുണ്ട്, ടോട്ടൽ ടൈം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവറേജ് സ്പീഡ് അവിടുന്ന് ഈസിയായി കണ്ടെത്താൻ പറ്റും. ഇങ്ങനെ വരുന്ന സമയത്ത് 2v1 v2 ബൈ v1 പ്ലസ് v2. എല്ലാവരും ഓർത്ത് വെക്കണ ഇക്വേഷന് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇനി അടുത്ത ലെവലിലേക്ക് പോവാണ്, വർക്കിംഗ്. ഇത് അങ്ങനെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ടോപ്പിക് ആവണമെന്നില്ല. ഞാൻ അല്ലെങ്കിൽ റേഷ്യോയിലേക്ക് പോവാം. വർക്കിംഗ് നമുക്ക് നമ്മുടെ മെയിൻ ക്ലാസ്സിലേക്ക് എടുക്കാം. ഓക്കെ, റേഷ്യോ കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി ആകും. കാരണം ഇത് ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലും കൂടി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങിയോ? വർക്ക്ഷോപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ഈസിയായി ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ടേബിളിന് പകരം ഞാൻ ജസ്റ്റ് ടേംസിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അറ്റ് എ ടൈം റേഷ്യോ പഠിച്ചു കഴിഞ്ഞാൽ 2 പ്രോബ്ലം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് എല്ലാവരും. എന്താണ് റേഷ്യോ? ഇപ്പൊ നമുക്ക് ടോട്ടൽ ഇത്ര ഭാഗം ഉണ്ടെങ്കിൽ, 7 ഭാഗം ഉണ്ടെങ്കിൽ നമ്മളിപ്പോ എന്ത് ചെയ്യാം? ഇപ്പൊ 4:3 എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ടോട്ടൽ 7 ഭാഗമുണ്ട്. 7 ഭാഗത്തില് ഇങ്ങനെ ഒരു 7 ഭാഗം ഉണ്ടെങ്കിൽ അതിൽ 4 ഭാഗം എന്താണ്? ബോയ്സ് ആണ്, 3 ഭാഗം ഗേൾസ്. ഈക്വൽ ആയിട്ട് നമ്മൾ പാർട്ട് ചെയ്യാം. 4:3 എന്നൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ടോട്ടൽ 7 ഭാഗമാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ 4 ഭാഗം ഇവരും 3 ഭാഗം ഇതും. റേഷ്യോ തന്നു കഴിഞ്ഞാൽ ടോട്ടൽ ഭാഗം എങ്ങനെ കണ്ടെത്താം? 4+3. A:B ആണെങ്കിൽ ടോട്ടൽ എത്ര പാർട്ടാക്കിയിട്ടുണ്ട്? A+B. ഓക്കെ,
1, 5, 8, 2 7 ഭാഗമാക്കി കഴിഞ്ഞാൽ അതിൽ 4 ഭാഗമാണ് ബോയ്സ്, അതിൽ 3 ഭാഗമാണ് ഗേൾസ്. ഒറ്റയടിക്ക് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? നമ്പർ ഓഫ് ബോയ്സും നമ്പർ ഓഫ് ഗേൾസും കണ്ടെത്താൻ പറ്റും. ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് 30 ഗേൾസ് ജോയിൻഡ്. ഇപ്പൊ ഗേൾസിൽ നിന്ന് 30 ആൾക്കാർ കൂടി കുറച്ച് ബോയ്സ് പോയിട്ടുമുണ്ട്. അപ്പൊ റേഷ്യോ 7:6 ആയി. അപ്പൊ നമുക്ക് അവിടുന്ന് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ കണ്ടെത്താൻ പറ്റും. ഒന്നെല്ലാരും ഒന്ന് നിങ്ങളുടെ രീതിയിൽ ഒന്ന് ചെയ്ത്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. നമ്പർ ഓഫ് ബോയ്സും ഗേൾസും കണ്ടെത്താൻ പറ്റും. ആ ഗേൾസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 30 കൂടി പുതിയ ഗേൾസിനെ കിട്ടും. ആ ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് ടോട്ടൽ ഇപ്പൊ കുറച്ച് ബോയ്സ് ഒക്കെ പോയതുകൊണ്ട് പുതിയ ആൾക്കാർ എക്സ് ആണ്. അപ്പം എക്സിന് നമ്മള് 7 + 6 13 ഭാഗമാക്കി കഴിഞ്ഞാൽ അതിൽ 6 ഭാഗമാണ് അത്. അപ്പം എക്സ് ബൈ 13 × 6 ആണ് പുതിയ നമ്പർ ഓഫ് ഗേൾസ്. അവിടെ നിന്ന് എക്സിന് ഒറ്റക്കാക്കുക. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇപ്പോൾ എത്രയാണെന്ന് കിട്ടും. അതിൽ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? നമ്പർ ഓഫ് ബോയ്സിനെ കണ്ടെത്താൻ പറ്റും. കാരണം അതിന്റെ 7 13 × 7 ആണ്, 7/13 ആണ് നമ്പർ ഓഫ് ബോയ്സ്. ആദ്യത്തെ ബോയ്സ് എത്രയാണെന്നറിയാം, ഇപ്പത്തെ ബോയ്സ് എത്രയാണെന്നറിയാം. അപ്പൊ അവരെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബോയ്സ് ലെഫ്റ്റ് കിട്ടും. എന്താ തന്നിട്ടുള്ളത്? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 1552. ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അതില് 4:3. അപ്പൊ ടോട്ടൽ എത്ര ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്? ഞാൻ പറയുന്നു ഇതാണ് റേഷ്യോ എങ്കിൽ ടോട്ടൽ 7 ഭാഗമാക്കിയിട്ടുണ്ട്. 1582നെ 7 ഭാഗമാക്കി കഴിഞ്ഞാൽ അതില് 3 ഭാഗം എന്താണ്? 3 ഭാഗം എന്താണ്? ഗേൾസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പൊ നമുക്കറിയാം 1582 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുന്നത് 2/40. 18 എന്ന് പറയുമ്പോൾ പിന്നെയും 2 14 പിന്നുള്ളത് 4 2 6. ദാറ്റ് ഈസ് 226 × 3 ആണ്. ഇതിന്റെ വാല്യൂ എത്രയാ? പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ പറ്റും നിങ്ങള്. ഞാനിപ്പോ ഇവിടെ ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് 678 ഗേൾസ്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇത്ര ഗേൾസ്. ബോയ്സിനെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടെത്തേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് ടോട്ടൽ 10 ആൾക്കാരുണ്ട്. അതിൽ 5 ഗേൾസ് ആണെങ്കിൽ 10 - 5 ആണ് ബോയ്സ്. നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് എന്ത് ചെയ്താൽ മതി? 1582 മൈനസ്, വെരി ഗുഡ്, 678. ആൻസർ 904 ബോയ്സ്. ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. പിന്നെ എന്താ സംഭവിച്ചത്? ആഫ്റ്റർ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ 30 ഗേൾസ് ജോയിൻ ചെയ്തു. അപ്പൊ എത്ര ഗേൾസ് ആയി? ന്യൂ ഗേൾസ് എന്ന് പറയുന്നത് 678 30 കൂട്ടി. ദാറ്റ് ഈസ് എത്രയാ? വെരി ഗുഡ്, 708. കുറച്ച് ബോയ്സ് പോയിട്ടുണ്ട്. അത് എത്രയാ നമുക്ക് അറിയില്ല. പിന്നെ ഇവരെന്ത് തന്നിട്ടുണ്ട്? ടോട്ടൽ അപ്പൊ കുട്ടികളുടെ എണ്ണം മാറി. 1582 കുട്ടികളിൽ നിന്ന് എന്തായി? കുറച്ച് ആൾക്കാർ വന്നു, കുറച്ച് ആൾക്കാർ പോയി. അപ്പൊ എന്താ ചെയ്യും? പുതിയ നമ്പർ ഓഫ് ആൾക്കാർ, ന്യൂ ടോട്ടൽ ഞാൻ എന്തെങ്കിലും എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ആ എക്സിനെ എത്ര ഭാഗമാക്കി മാറ്റി? 7:6 ആക്കി മാറ്റി. ഓക്കെ, ആൾക്കാരുടെ പോയതിനു ശേഷം ന്യൂ റേഷ്യോ ഈസ് 7:6. ഇപ്പൊ ടോട്ടൽ പുതിയ ആൾക്കാരെ നമ്മൾ 7:6 ആക്കുമ്പോൾ 13 ഭാഗമാക്കി കഴിഞ്ഞാൽ അതിൽ എത്ര ഭാഗമാണ് ഗേൾസ്? 6 ഭാഗമാണ് ഗേൾസ്. സോ നമുക്ക് എന്താണ്? ഈ x/13 × 6 എന്ന് പറയുന്നത് 708 ആണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്.
ടോട്ടൽ 1582 ആൾക്കാരെ 7 ഭാഗമാക്കി കഴിഞ്ഞാൽ അതിൽ 3 ഭാഗമാണ് ഗേൾസ്. ഇപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് കിട്ടി. അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് അറിയാം. ടോട്ടൽ നമ്പർ ഓഫ് പുതിയ ആൾക്കാർ എത്രയാണെന്ന് അറിയാം. അതിനെ എക്സ് എന്ന് വിളിച്ചു. എത്ര ഭാഗമാക്കി? 7:6. ദാറ്റ് ഈസ് 13 ഭാഗമാക്കി മാറ്റി. അതിൽ എത്ര ഭാഗമാണ് ഗേൾസ്? 6 ഭാഗമാണ് ഗേൾസ്. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഒരു റേഷ്യോ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താക്കണം? ടോട്ടൽ നമ്പറിനെ അത്രയും A+B സമ്മാക്കി അത്രയും ഭാഗമാക്കി മാറ്റി അതില് ബി ഭാഗമാണ്, ദാറ്റ് ഈസ് ഇൻറ്റു ബി ആണ് നമ്പർ ഓഫ് ഇത്. ഇവിടുന്ന് എക്സ് കണ്ടെത്താലോ. എക്സിന്റെ വാല്യൂ എത്രയാണ്? 708 ഇൻറ്റു ഇയാൾ ഇപ്പുറത്തേക്ക് വരുമ്പോ 13 ഡിവൈഡഡ് ബൈ 6. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? 08 14. ഓക്കെ, അപ്പം 708 ബൈ 6 നമുക്ക് ചെയ്യാൻ പറ്റും. 1 that is 6, 1 0 that is again 1 that is 6. Very good. എത്ര ആൻസർ കിട്ടിയത്? 1534. ഓക്കെ, 1534 അല്ലേ? ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നു. ഓക്കെ, 1534 പുതിയ എക്സ്. അതിൽ 708 എന്താണ്? ഗേൾസ് ആണ്. അപ്പൊ എത്ര ബോയ്സ് ഉണ്ട്? ന്യൂ ബോയ്സ് എത്ര ഉണ്ടാകും? 1534 നിന്ന് എത്ര ഗേൾസ് ഉള്ളത്? 708 ഗേൾസ് ഉള്ളത്. എത്ര ബോയ്സ് ഉണ്ട്? എത്ര ബോയ്സാ? 826 ബോയ്സ്. വെരി ഗുഡ് അമൂല്യ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം 826 ബോയ്സ് ആണ് ഉള്ളത്. ആദ്യം എത്ര ബോയ്സ് ഉണ്ടായത്? 904 ബോയ്സ് ഉണ്ടായത്. ഓക്കെ, ഇപ്പൊ എത്ര ബോയ്സ് ഉള്ളത്? 826 ബോയ്സ് ഉള്ളത്. ഡിഫറൻസ് എത്രയാ? അപ്പം ദ ആൻസർ ഈസ് 78. എല്ലാരും ഓക്കെ ആണോ? അപ്പം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. റേഷ്യോനെ പറ്റി നിങ്ങൾക്ക് കുറച്ച് ബോധ്യം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ റേഷ്യോ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ടോ? ഇതിൽ നമ്മളിപ്പോ ഇങ്ങനെ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ ഇക്വേഷൻസ് പഠിക്കുന്നേക്കാളും ബെറ്റർ ഇതിങ്ങനെ സ്പീഡിൽ ചെയ്താൽ മതി. ഇതിന്റെ ഏറ്റവും ഈസി എന്ന് പറയുന്നത് റേഷ്യോ തന്നിട്ടുണ്ട്. 1582/7 × 3. അപ്പൊ ഗേൾസ് കിട്ടി. ഗേൾസ് കിട്ടി കഴിഞ്ഞാൽ സുഖമായിട്ട് ബോയ്സ് കണ്ടെത്താൻ പറ്റും. ആ സബ്ട്രാക്ഷന്റെ ടൈം എടുത്ത് ഇതിപ്പോ കുറച്ച് ലെങ്ത് ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ചെയ്യാവുന്നത് x/13 × 6 ആണ് അടുത്ത ന്യൂ ഗേൾസ്. അപ്പൊ ഇവിടുന്ന് എക്സ് ഈസിയായിട്ട് കണ്ടെത്തുക. എക്സ് കിട്ടി കഴിഞ്ഞാൽ ബോയ്സിന്റെ എണ്ണം പിന്നെയും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് മൈനസ് ഗേൾസ്, ബോയ്സ് കിട്ടി. ഇതിൽ 5 നമ്മൾ ആകെ ചെയ്യുന്നത് 4 സ്റ്റെപ്പേ ഉള്ളൂ. ഇവിടുന്ന് ഗേൾസ് കണ്ടെത്തി, അല്ലെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് ബോയ്സിനെ കണ്ടെത്താം. പക്ഷെ അപ്പൊ പിന്നെയും ഗേൾസിനെ കണ്ടെത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത് ഈസി ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം ഗേൾസിനെ കണ്ടെത്തിയത്. സെപ്പറേറ്റ് ഈസി ആയതുകൊണ്ട് ബോയ്സ് കിട്ടി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. പിന്നെ കുറെ ഷോർട്ട് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് അത്ര എല്ലാ ക്വസ്റ്റ്യൻസ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒരു മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് മാക്സിമം എടുക്കുന്നത് സ്പീഡിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മിനിറ്റ് കൂടുതൽ എടുക്കില്ല. നമുക്ക് 2 മാർക്ക് അവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് സമയം അധികം ഇല്ല. ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ അടുത്ത സെക്ഷനിൽ നമുക്ക് ബാക്കി എടുക്കാം. റേഷ്യോനെ പറ്റി ചെറിയൊരു ഔട്ട്ലൈൻ പറഞ്ഞിട്ടുണ്ട്. സ്പീഡിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് എന്ന് പറയുന്നത് പെർസെന്റേജിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആവറേജിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റേഷ്യോ എന്ന് പറഞ്ഞ ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇനി പല ക്വസ്റ്റ്യൻസും ചെയ്യാറ്. അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങൾ എല്ലാവരും ഈ രീതിയിലുള്ള കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കുക. എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് അത് നിങ്ങൾ പരമാവധി റെഡിയാക്കി എടുക്കുക. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം എപ്പോഴും എന്താവണം എന്നില്ല, നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യണമെന്നില്ല. ഓക്കെ, ഫൈൻ. അപ്പൊ നിങ്ങൾക്ക് ടൈമാണ് പിന്നെ പലർക്കും വരുന്ന ഒരു പ്രശ്നം. അപ്പൊ ടൈമിന്റെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാം.
ഇപ്പൊ ഞാൻ 2-3 പ്രോബ്ലം ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഒരുപാട് പ്രോബ്ലം ചെയ്യാണ്ട് നമ്മുടെ ലൈവ് സെക്ഷനിൽ നമ്മൾ കൂടുതൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യും. അതേപോലെ നിങ്ങൾക്ക് എക്സാം ഉണ്ടാകും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ ക്വസ്റ്റ്യൻ കാണിക്കാനാ? കാണുന്നില്ലേ? ഇതാണോ? ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ആണോ? അതെ അതെ സാർ, അതെ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇനി ലൈവ് സെക്ഷനിൽ ഇപ്പൊ നമുക്ക് സമയമില്ല, കാരണം കുറച്ച് സംസാരിക്കാണ്ട് നമ്മുടെ വേറെ കുറച്ച് ആൾക്കാർക്ക്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും സമയം അതിക്രമിച്ചു പോകും. ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ എല്ലാവരും. അപ്പൊ അധികം മുഷിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, കാരണം നമ്മൾ ഓൾറെഡി സമയം ആയി. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്ത് തരാം നിങ്ങൾക്ക് റേഷ്യോന്റെ. അപ്പൊ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഇപ്പൊ റേഷ്യോന് ചെറിയൊരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഓൾറെഡി നിങ്ങൾക്ക് റേഷ്യോനെ പറ്റി മനസ്സിലായിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അധികം ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇനി. ആക്ച്വലി നമ്മൾ ഇനിയിപ്പോ കവർ ചെയ്യാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ബൈനറി നമ്പേഴ്സിനെ നമ്മൾ ഡെസിമലിലേക്ക് മാറ്റുന്ന കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ജോമി സാറൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അവർക്ക് കുറച്ച് സംസാരിക്കാനുള്ളതുകൊണ്ട് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ എല്ലാവരെയും കാണാം. അപ്പൊ പരമാവധി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ അറിയിക്കാം. അപ്പൊ എയിം 14 നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമുക്ക് ഈസി ആയിട്ട് മാത്തമാറ്റിക്കൽ റീസണിംഗ് നിന്നും അതേപോലെ മാത്സ് റിലേറ്റഡ് എല്ലാ ടോപ്പിക്കിൽ നിന്നും മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ. ക്ലാസ് ഒന്നും കേൾക്കാതെ എഴുതാന്ന് പറയുന്നത് അത്ര ഈസി അല്ല, കാരണം കുറെ ഷോർട്ട് ട്രിക്സ് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. പിന്നെ മാത്സിനെ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാം, അങ്ങനെ കാര്യങ്ങൾ നിങ്ങൾക്ക് മിസ്സിംഗ് ഉണ്ടാവും, കാരണം നിങ്ങൾ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാരാണ് പലരും. അപ്പം എന്ത് ചെയ്യുക, എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അറിയിക്കുക. കാരണം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ ജോയിനേക്കാളും ബെറ്റർ ആ ഇയറിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കും. കാരണം ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് മനസ്സിലാകും, അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് അടുത്ത ക്ലാസ്. ഒരു ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ക്ലാസ് നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ മറ്റു കൂടെയുള്ളവരൊക്കെ ആൻസർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല എന്ന ഡൗട്ടൊക്കെ വരുമ്പോൾ ആ കോൺഫിഡൻസ് കുറയും. അത് കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ക്ലാസ്സും നിങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ ജോയിൻ ചെയ്യാം. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അറിയിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നോ? സിമ്പിൾ അല്ലായിരുന്നോ? എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ ചെയ്യാവോ? ക്ലാസ് അടിപൊളി അല്ലായിരുന്നോ? ഒരു ഫീഡ്ബാക്ക് പറയാവോ? ലൈക്ക് മാത്രമല്ലേ? ഫൈസാറെ പിള്ളേരായിട്ട് സംസാരിക്കത്തില്ലെന്ന് തോന്നല്ലേ? പിള്ളേര് ആക്റ്റീവ് ആണ്, കുഴപ്പമില്ല. അവര് ഇങ്ങനത്തെ റെസ്പോൺസിലേക്ക് മാത്രമാണ് അവർക്കൊരു മടി. അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പോ 2 കേസുകളാണ് ഉള്ളത്. ഇനി 2 നല്ല ക്ലാസ് ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, 2 ദിവസം കൂടാണ് വർക്ക്ഷോപ്പ് ഉള്ളത് നമുക്ക്. അടിപൊളിയായിരുന്നു. ഓക്കെ, ഗ്രേറ്റ്. 2 ദിവസം കൂടെയാണ് വർക്ക്ഷോപ്പ് ഉള്ളത്. ലോജിക്കൽ റീസണിങ്ങിന്റെ ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ കഴിഞ്ഞ ദിവസത്തെ പോരായ്മകളൊക്കെ നമ്മൾ പരിഹരിച്ച് ക്ലിയർ ചെയ്യുന്ന ക്ലാസ്സുകളാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്, മറക്കാതെ അത് 2 ക്ലാസ്സുകളും മിസ്സാക്കാതെ പങ്കെടുക്കുക. ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറയാൻ ഫൈസാർ ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മളിപ്പോ ചിലപ്പോ ഒരു ബേസിക്സിലായിരിക്കും ഇല്ല സാറേ, 2 ദിവസം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ബേസിക് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അതെ, അപ്പൊ നമ്മൾ ഇനിയിപ്പം എക്സാം ലെവലിലേക്ക് പോകുമ്പോൾ നമുക്കിപ്പോ നമ്മളെല്ലാരും കൂടുതൽ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാരിൽ നമ്മൾ എല്ലാവരും വരുന്നത്. ആർട്സ് ഇപ്പൊ ഞാനൊക്കെ ഏറ്റവും ക്വാളിഫൈ ചെയ്യുന്ന സമയത്തും എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടി മാത്സ് ആയിരുന്നു. അപ്പൊ തന്നെ മാത്സിലൊക്കെ PG വരെ ചെയ്ത് PhD ഒക്കെ ചെയ്ത ഒരാളാണ് ഫൈസാർ. അതുകൊണ്ടാണ് നമുക്ക് മാത്സ് നമ്മുടെ സ്ട്രോങ് ഏരിയ ആണ്. ഫൈസാർ നമ്മുടെ NIT കാലിക്കറ്റിലെ PhD ചെയ്യുന്ന ആളാണ് മാത്സിൽ. സോ അത്രയും സ്ട്രോങ് ആയിട്ട് ഒരാളെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. A to Z മാത്സിലെ എല്ലാ മാത്തമാറ്റിക്കൽ റീസണിങ്ങിന്റെ പ്രശ്നങ്ങൾ പോലെ DAയുടെ സപ്പോർട്ട് സാധനങ്ങളൊക്കെ ഫൈസാർ നമുക്ക് ക്ലിയർ ആക്കും. 2 കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഒന്നാമത്തെ കേസ് ഡെയിലി ടെസ്റ്റ് മിസ്സാക്കരുത്. ഇന്ന് നമുക്ക് ഡെയിലി ടെസ്റ്റ് ഉണ്ട്. ഡെയിലി ടെസ്റ്റ് മിസ്സാക്കരുത്. ഇതിൽ നിന്ന് കുറച്ച് പേര് എഴുതിയിട്ടുള്ളൂ. മാത്സിന്റെ ഒക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് പഠിക്കുമ്പോൾ ഈസി ആയിട്ട് ക്ലിക്ക് ആവും. പക്ഷെ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ആ ക്ലിക്ക് അങ്ങ് പോകും, അല്ലേ? ആ ഒരു പവർ നമ്മുടെ അങ്ങ് പോകും. അപ്പോൾ ഡെയിലി ടെസ്റ്റ് നിർബന്ധമായിട്ട് എഴുതുക. ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വറീസ്, നിങ്ങളുടെ ക്വറി ഫോം നിങ്ങൾ ഏത് സമയത്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മുടെ ഫാക്കൽറ്റി ടീമും അതുപോലെ തന്നെ സ്റ്റുഡന്റ് റിലേഷൻസ് ടീമും എല്ലാ ദിവസവും നോക്കുന്ന ഒരു ഗൂഗിൾ ഫോം ആണ് ആ ക്വറി ഫോം.
അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് നിങ്ങൾക്ക് തന്നെയാണ്. കാരണം നിങ്ങളുടെ ക്വറീസ് നമ്മുടെ ലൈവ് സെഷൻസിൽ അതുപോലെ വർക്ക്ഷോപ്സിൽ വെബിനാർസിലൊക്കെ ഞങ്ങൾ അഡ്രസ് ചെയ്യും. അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ സ്റ്റുഡന്റ് കൗൺസിലർ നിങ്ങളെ വിളിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഡൗട്ട് നിങ്ങളുടെ ക്വറി എന്താണ് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, ഈ 2 കേസ് നിങ്ങൾ മറക്കരുത്. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അതുപോലെ തന്നെ എക്സാം എഴുതാൻ ഒരു കാരണവശാലും മറക്കരുത്. മൂന്നാമതൊരു കേസും കൂടെ ഉണ്ട്. കുറെ പേര് യൂട്യൂബ് സെഷൻസ് എല്ലാം റെക്കോർഡ് വീഡിയോസ് ചോദിച്ചായിരുന്നു. യൂട്യൂബ് സെഷൻസിന്റെ ലിങ്ക് നമ്മൾ ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്, അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യും. 2 ദിവസം കൂടെ കൊണ്ട് നമുക്ക് വർക്ക്ഷോപ്പ് നമ്മൾ കംപ്ലീറ്റ് ആകും. മാക്സിമം ആൾക്കാരിലേക്ക് നമ്മൾ എത്തിക്കുക, മാക്സിമം ആൾക്കാരിലേക്ക് നമ്മൾ അറിയിക്കുക. എക്സാം എഴുതാൻ മറക്കരുത് കേട്ടോ. ഫൈസാർ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഫൈസാറിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലൈവ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു മക്കളെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.